നമസ്കാരം. ന്യൂസ് ആൻഡ് വ്യൂസിലേക്ക് സ്വാഗതം. കേരളം മറ്റൊരു തെരഞ്ഞെടുപ്പിലേക്ക് പതുക്കെ നീങ്ങുമ്പോൾ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത് ഒരു ചരിത്ര തുടർച്ചയിലേക്കാണോ കേരളം പോകുന്നത് എന്നാണ്. 10 വർഷത്തെ ഭരണ നേട്ടങ്ങളുടെ കാര്യത്തിൽ മൂന്നാം ഊഴം മുന്നിൽ കാണുന്ന ഇടതുമുന്നണി ജനങ്ങൾക്ക് മുന്നിൽ തങ്ങളുടെ പ്രോഗ്രസ് കൃത്യമായി വയ്ക്കുമ്പോൾ മറുപടി നൽകാനാകാതെ പതറുന്ന പ്രതിപക്ഷത്തെയാണ് നാം ഇപ്പോൾ കാണുന്നത്. LDFിൻ്റെ കരുത്ത് അടിസ്ഥാന സൗകര്യ വികസനത്തിലും ക്ഷേമ പദ്ധതികളിലുമൊക്കെയാണ്. വിപ്ലവകരമായ മാറ്റമാണ് കഴിഞ്ഞ 2 LDF സർക്കാരുകളും കാഴ്ചവെച്ചത്. 600 രൂപയിൽ നിന്ന് 2000 രൂപയിലേക്ക് ഉയർത്തിയ ക്ഷേമ പെൻഷനുകൾ മുതൽ സാധാരണക്കാരൻ്റെ ജീവിതത്തിന് താങ്ങാകുന്ന ഒട്ടേറെ പരിപാടികൾ. ഇന്ത്യയിൽ ആദ്യമായി അതിദാരിദ്ര്യം പൂർണ്ണമായും തുടച്ചു നീക്കിയ സംസ്ഥാനമെന്ന ഖ്യാതി കേരളം സ്വന്തമാക്കി. K4 മുതൽ ഗെയിൽ പൈപ്പ് ലൈൻ വരെയും വിഴിഞ്ഞം പദ്ധതിയും ഒക്കെ, ദേശീയപാത വികസനം മുതൽ കിഫ്ബി വഴിയുള്ള വൻകിട പദ്ധതികൾ വരെയും നടപ്പിലാക്കി. വികസന അജണ്ടയിൽ ഇടതുപക്ഷം ബഹുദൂരം മുന്നിൽ. LDFിൻ്റെ ഈ കണക്കുകൾക്ക് മുന്നിൽ എന്ത് മറുപടിയാണ് UDF നൽകിയിട്ടുള്ളത്? LDF സർക്കാർ തങ്ങളുടെ നേട്ടങ്ങൾ അക്കമിട്ട് നിരത്തുമ്പോൾ അതിനെ ക്രിയാത്മകമായി നേരിടുന്നതിന് പകരം വികസന വിരുദ്ധതയും വെറും ആരോപണങ്ങളും മാത്രമാണ് UDFിൻ്റെ ആയുധം. ഇപ്പോഴും വികസന കാര്യങ്ങളിൽ എന്ത് ബദലാണ് തങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നതെന്ന് ജനങ്ങളോട് പറയാൻ കോൺഗ്രസിന് ഇതുവരെ കഴിഞ്ഞിട്ടുണ്ടോ? കേന്ദ്ര സർക്കാരിൻ്റെ സാമ്പത്തിക ഉപരോധത്തിനെതിരെ പോലും ശബ്ദമുയർത്താത്ത UDF നിലപാട് വഞ്ചനാപരമല്ലേ? ശബരിമല വിഷയത്തിൽ വിശ്വാസികളെ കൂട്ടുപിടിച്ച് വോട്ട് തട്ടാൻ ശ്രമിച്ച കോൺഗ്രസിന് ഇപ്പോൾ അവിടെയും തിരിച്ചടി നേരിട്ടാണ് പോകുന്നത്. സുപ്രീം കോടതി വിധി വന്നപ്പോൾ ആദ്യം സ്വാഗതം ചെയ്യുകയും പിന്നീട് നിലപാട് മാറ്റുകയും ചെയ്ത കോൺഗ്രസിൻ്റെ ഇരട്ടത്താപ്പ് ജനങ്ങൾ അന്നേ തിരിച്ചറിഞ്ഞതാണ്. ശബരിമലയിലെ പുതിയ വിവാദങ്ങൾ ഉയർത്തിക്കൊണ്ട് സർക്കാരിനെതിരെ നീങ്ങാൻ നോക്കുന്ന കോൺഗ്രസ് വിശ്വാസത്തെക്കാൾ ഉപരി രാഷ്ട്രീയ ലാഭം മാത്രമാണോ ലക്ഷ്യമിടുന്നത്? ഇതെത്രത്തോളം ഫലിക്കുമെന്ന് കണ്ടറിയണം. നിയമസഭയ്ക്കുള്ളിൽ സർക്കാരിൻ്റെ വികസന നേട്ടങ്ങളെ തടയാൻ പ്രതിപക്ഷത്തിന് സാധിക്കുന്നില്ല. ക്രിയാത്മകമായ വിമർശനങ്ങൾ ഉന്നയിക്കുന്നതിന് പകരം സഭ സ്തംഭിപ്പിക്കുന്ന രീതിയിലുള്ള പ്രതിഷേധങ്ങളിലേക്ക് കോൺഗ്രസ് ചുരുങ്ങുന്നത് അവരുടെ രാഷ്ട്രീയ പാപ്പരത്വത്തിൻ്റെ തെളിവാണ്. കോൺഗ്രസ് ജനങ്ങളോട് പറയുന്നത് എന്താണ് എന്നാണ് ന്യൂസ് ആൻഡ് വ്യൂസ് ഇന്ന് പരിശോധിക്കുന്നത്. ചർച്ചയിൽ ചേരുന്നവർ: CPIM നേതാവ് അഡ്വക്കേറ്റ് KS അരുൺകുമാർ, കോൺഗ്രസ് സഹയാത്രികൻ N ശ്രീകുമാർ, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ M ജയചന്ദ്രൻ എന്നിവർ. ഏറ്റവും ആദ്യം N ശ്രീകുമാർ, കോൺഗ്രസ്സിന്, UDFിന്, കേരളത്തിലെ ഇന്നത്തെ പ്രതിപക്ഷത്തിന് ബദൽ പരിപാടിയായി സർക്കാരിന് മുമ്പിൽ വെക്കാൻ ഒന്നുമില്ലേ ഈ മൂന്നാം ഊഴത്തിലേക്ക് LDF കടക്കാൻ നിൽക്കുമ്പോൾ? കേരളത്തിൻ്റെ ഇന്നത്തെ രാഷ്ട്രീയം പരിശോധിക്കുമ്പോൾ താങ്കൾ എങ്ങനെ കാണുന്നു അതിനെ? നോക്കൂ ഡോക്ടർ ലാൽ, LDFിന് ബദലാകുമോ LDFിന് ബദലാകാൻ കഴിയാതെ UDF എന്നാണ് നിങ്ങളിന്ന് പറയുന്നത്. അപ്പോൾ LDFിന് ബദലാകാൻ UDFിന് കഴിയില്ലെങ്കിൽ അതിന് പകരം വേറെ ഏതെങ്കിലും ഒരു മുന്നണി ബദലാകണം. അങ്ങനെ കേരളത്തിലെ BJP മുന്നണി ബദലാകാൻ ഒരു പക്ഷേ CPM ആഗ്രഹിക്കുന്നുണ്ടാകാം. കാരണം ഇത് പുതുമയല്ല. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് കേരളത്തിൽ LDFും BJPയും തമ്മിലാണ് മത്സരമെന്ന് അന്നത്തെ ഒരു CPM നേതാവ് ശ്രീ EP ജയരാജൻ പറഞ്ഞത് പാർട്ടിക്ക് തിരുത്തേണ്ടി വന്നു. UDFും LDFും തമ്മിലാണ് മത്സരമെന്ന് പാർട്ടി സെക്രട്ടറിക്ക് പറയേണ്ടി വന്നു. അപ്പോൾ ഇന്നിപ്പോൾ കൈരളി എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു ചോദ്യം ചോദിക്കുന്നതെന്ന് എനിക്ക് വ്യക്തമല്ല. UDFിന് ബദൽ LDFും LDFിന് ബദൽ UDFുമാണ് കേരളത്തിലുള്ളത്. ഒരു മൂന്നാഞ്ചേരി ഇവിടെ സാന്നിധ്യം അറിയിക്കുന്നുണ്ടെങ്കിലും കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് CPMൻ്റെ ഭരണത്തിലെ വൈകല്യം മൂലം അവർക്ക് ഒറ്റക്കക്ഷിയായി മേയർ സ്ഥാനം നേടാൻ കഴിഞ്ഞു എന്നുള്ളത് ഒഴിച്ചാൽ ബാക്കി മൊത്തം കേരളത്തിൽ BJP പിന്നാക്കമാണ്. അവരുദ്ദേശിച്ച രീതിയിലൊന്നും ഒട്ടും അവർക്ക് മുന്നോക്കം പോകാൻ കഴിഞ്ഞില്ല. അതിൻ്റെ കാരണം കേരളത്തിൽ ശക്തമായ UDF ബദൽ ഉള്ളതുകൊണ്ടാണ്. LDFിൻ്റെ വോട്ടുകൾ ചോർന്നത് BJPയിലേക്ക് തിരുവനന്തപുരത്ത് പോയതുകൊണ്ടാണ് BJPക്ക് തിരുവനന്തപുരത്ത് കൂടുതൽ സീറ്റ് കിട്ടിയതെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട്. മറിച്ച് മറ്റുള്ള എല്ലാ ജില്ലകളിലും UDFിലേക്ക് വോട്ടുകൾ ഒഴുകിയെത്തി. അതിൻ്റെ കാരണം കേരളത്തിൽ UDFിനെയാണ് ജനങ്ങൾ ബദലായി കാണുന്നത് എന്നുള്ളത് കൊണ്ടാണ്. അവിടെ LDFിന് ബദൽ UDF എന്ന് മാത്രമല്ല, അടുത്ത 5 വർഷത്തേക്ക് കേരളത്തിന് ശക്തമായ നേതൃത്വം കൊടുക്കാനുള്ള
ഒരു മുന്നണി സംവിധാനം UDF ആണ് രൂപപ്പെടുത്തിയിരിക്കുന്നത് എന്ന് ജനങ്ങൾ ബോധ്യപ്പെട്ടിരിക്കുന്നു. ശരി, ശ്രീ ശ്രീകുമാർ, പക്ഷേ അപ്പോൾ അങ്ങനെ വരുമ്പോഴും താങ്കൾ ഈ പറഞ്ഞതുപോലെ ഈ BJP-യെ മുന്നിലേക്ക് കൊണ്ടുവന്ന് അതിൻ്റെ ആനുകൂല്യം, അത്തരത്തിലൊരു ചർച്ച കൊണ്ടുവന്ന് അതിൻ്റെ ഒരു ആനുകൂല്യം നേടിയെടുക്കുക എന്നുള്ള സ്ഥിരം പല്ലവിക്കപ്പുറം ഇത്തവണ 2 തവണ പ്രതിപക്ഷത്തിരുന്ന മുന്നണിയാണ്. അതുകൊണ്ട് ഇത്തവണ വീണ്ടും അധികാരത്തിലേക്ക് എത്താൻ ഞങ്ങൾക്ക് ഈ സർക്കാരിനെതിരെ പറയുന്ന വികസനത്തിൻ്റെ പ്രശ്നങ്ങൾക്കും ക്ഷേമ പരിപാടികളുടെ കാര്യത്തിൽ പോരായ്മയ്ക്കും എന്നൊക്കെയാണല്ലോ നിങ്ങൾ ഈ UDF പറയുന്നത്. അതിനൊക്കെ ബദലായി ഞങ്ങളുടെ കയ്യിൽ ഇന്ന പരിപാടികളുണ്ട്, കോൺഗ്രസിൻ്റെ പരിപാടികൾ ഇതൊക്കെയാണ് എന്ന് പറഞ്ഞു വെക്കാനുണ്ടോ? അതോ BJP മുന്നോട്ട് കയറി വരും, അതാണ് CPM-ൻ്റെ ഉദ്ദേശം എന്ന് പറയുന്ന പതിവ് ഉത്തരം വെച്ച് രക്ഷപ്പെട്ട് UDF അല്ലാതെ വേറെ ആര് എന്നൊരു ഉത്തരത്തിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കുക മാത്രമാണോ ഉദ്ദേശം? ഞാനതിൻ്റെ 2 വശമുണ്ട്. ഒന്നതിൻ്റെ രാഷ്ട്രീയ വശമാണ് ഞാൻ പറഞ്ഞത്. പ്രധാനപ്പെട്ടത് രാഷ്ട്രീയ വശമാണ്. ആ രാഷ്ട്രീയ വശമാണ് ഞാനിപ്പോൾ വിശദീകരിച്ചത്. പ്രകടന പത്രിക രൂപപ്പെടുമ്പോഴാണ് മറ്റു കാര്യങ്ങളൊക്കെ വ്യക്തമാകുന്നത്. LDF ഇവിടെ 10 വർഷമായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ 10ാം വർഷത്തിൽ എത്തിയിട്ടും LDF-ൻ്റെ ഒരു ഫ്ലാഗ്ഷിപ്പ് പദ്ധതി, അവരുടെ ഒരു അഭിമാനകരമായ, അവരുടെ കൊടിയടയാളം വ്യക്തമാക്കുന്ന ഒരു പദ്ധതി ചൂണ്ടിക്കാണിക്കാൻ പറഞ്ഞാൽ അവരിപ്പോൾ പറയുന്ന ഒരു പദ്ധതി അവർക്ക് പറയാനുള്ളത് പുതിയ റെയിൽ പദ്ധതിയെക്കുറിച്ച് മാത്രമായിരിക്കും. അത് വരാൻ പോകുന്ന പദ്ധതി വരട്ടെ, UDF അത് സ്വാഗതം ചെയ്തിട്ടുണ്ട്. മറിച്ച് അവർ കൊണ്ടുവന്ന കേരളയിലെ, അവർ കൊണ്ടുവന്ന K-ഫോൺ എല്ലാം തകർന്ന് തരിപ്പണമായിപ്പോയി. പിന്നെ അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ വിഴിഞ്ഞം പദ്ധതിയും കണ്ണൂർ വിമാനത്താവള പദ്ധതിയും സ്മാർട്ട് സിറ്റി പദ്ധതിയും ഒക്കെയാണ്. അതൊക്കെ UDF-ൻ്റെ കാലത്ത് ഉണ്ടായതാണെന്നുള്ളതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം മിനിഞ്ഞാന്ന് നടന്ന വിഴിഞ്ഞം 2ാം ഘട്ട ഉദ്ഘാടന പരിപാടിയിൽ അത് ഉമ്മൻചാണ്ടിക്ക് പ്രത്യേകം അദാനി ഗ്രൂപ്പ് നന്ദി പറഞ്ഞതും ഉമ്മൻചാണ്ടിയാണ് ഇതിൻ്റെ വികസനത്തിന് തുറക്കമിട്ടതുമാണ്. അപ്പോൾ LDF ഒക്കെ ചോദിക്കുന്നത് ഒരു കല്ലിട്ടാൽ വികസനം വരുമോ എന്നുള്ളതാണ്. അത് തുടർ ഗവൺമെൻറ് അത് സ്വീകരിക്കണം. പക്ഷേ തുടർ ഗവൺമെൻറ് അധികാരത്തിൽ വന്നിട്ട് അപ്രോച്ച് റോഡിൻ്റെ കാര്യത്തിലാണെങ്കിലും അപ്രോച്ച് റെയിലിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒരു തരത്തിലുള്ള പ്രാഥമികമായിട്ടുള്ള ജോലികളൊന്നും അവർ പൂർത്തിയാക്കിയിട്ടില്ല. പക്ഷേ ഈ കാര്യത്തിന് അരുൺകുമാർ മറുപടി പറയട്ടെ. പക്ഷേ താങ്കൾ ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് സത്യമെങ്കിൽ ഈ 10 കൊല്ലമായി LDF ആണ് ഭരിക്കുന്നത്. ഇപ്പോഴും ഈ പ്രതിപക്ഷം മുന്നിലോട്ട് വരുന്നതിനുള്ള സാധ്യത എത്രത്തോളം കാണിക്കുന്നു എന്നാണ് അന്വേഷിക്കുന്നത്. അങ്ങനെ അന്വേഷിക്കുമ്പോൾ താങ്കൾ പറയുന്നത് ഇനി പ്രകടന പത്രിക വരുമ്പോഴാണ് ഈ സർക്കാരിൻ്റെ പരിപാടികൾക്കുള്ള ബദൽ വരിക. ഇപ്പോൾ ഇതുവരെയും പറയാനില്ല. ഇപ്പോൾ പറയാനുള്ളത് ആരോപണങ്ങൾ മാത്രം, അല്ലെങ്കിൽ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച ചർച്ചകൾ ഡൽഹിയിൽ നടക്കുന്നത് ഇവിടെ നിന്ന് ആളുകളെ എല്ലാവരെയും കൊണ്ടുപോയില്ല എന്ന K. മുരളീധരനെ പോലുള്ളവരുടെ പരാതികൾ, ഇതൊക്കെ ഇങ്ങനെ അകത്തുള്ള മുഖ്യമന്ത്രിയാകാനുള്ളവരുടെ തള്ള്, ഇതൊക്കെയാണ് ഇപ്പോൾ കാണുന്നത്. അല്ലാതെ യഥാർത്ഥത്തിൽ വസ്തുതകൾ വച്ചുള്ള ബദൽ പരിപാടികൾ മുന്നോട്ട് വെക്കാൻ ഇപ്പോഴാകുന്നില്ല. അതാണ് സംശയം വരുന്നത്. കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ UDF ഒരു പ്രകടന പത്രിക ഇറക്കിയിരുന്നു. LDF ഒരു പ്രകടന പത്രിക ഇറക്കുകയും ക്ഷേമ പെൻഷൻ 2500 രൂപയാക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ട് 10ാം വർഷത്തിൽ 2000 രൂപ ആക്കി അവസാനിപ്പിക്കുകയും ചെയ്തു. അന്ന് ഇവിടെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന നമ്മുടെ സുഹൃത്ത് അരുൺകുമാർ പറഞ്ഞത് 2000 ഡിസംബർ മാസത്തിൽ കൊണ്ടുവന്നുവെങ്കിൽ ബാക്കിയുള്ള തുക 2500 രൂപ ഈ ഭരണം അവസാനിക്കുന്ന നാളുകളിലേക്ക് കൊണ്ടുവരുമെന്നാണ്. അത് ഈ ബജറ്റിൽ എന്തായാലും പ്രഖ്യാപിക്കുമെന്ന് കരുതാം. കാരണം വോട്ടാണ് ലക്ഷ്യം. അതുകൊണ്ടാണ് KC വേണുഗോപാൽ പറഞ്ഞത് തെരഞ്ഞെടുപ്പ് കാലത്ത് ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കുന്നത് കൈക്കൂലിക്ക് തുല്യമായി കാണേണ്ടി വരുമെന്ന്. അതൊരു വലിയ വാർത്തയാക്കിയിട്ട് അതൊരു വലിയ ആരോപണമായിട്ട് CPM ഉന്നയിച്ചെങ്കിലും ആകെ 5 കൊല്ലമാണ്. 5 കൊല്ലത്തിനകത്ത് എപ്പോഴെങ്കിലും കാര്യങ്ങൾ ചെയ്താൽ മതി. അത് 5 കൊല്ലം കഴിയുമ്പോഴുള്ള തെരഞ്ഞെടുപ്പിൽ വിലയിരുത്തും. അപ്പോഴെങ്കിലും ചെയ്യണമെന്നാണല്ലോ ഉള്ളത്. അല്ലാതെ ഇത് കാലാകാലം ചെയ്യാതെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ്. ഇപ്പോൾ എന്തായാലും ഇതുവരെ പറഞ്ഞത് അവർ 2000 വരെ എത്തിയല്ലോ. അത് വലിയ കാര്യമല്ലേ? അതായത് 2000 രൂപ എന്ന് പറഞ്ഞത് പ്രകടന പത്രികയിൽ പറഞ്ഞ വാഗ്ദാനം നടപ്പാക്കുന്നത് ഒരു തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെടുപ്പിൻ്റെ തലേന്നല്ല. അത് വോട്ടെടുപ്പിൻ്റെ തലേന്ന് നടപ്പാക്കുമ്പോഴാണ് ജനങ്ങൾക്ക് വിശ്വാസം. പ്രകടന പത്രികയിൽ അങ്ങനെയാണ് 5 കൊല്ലം കൊണ്ടെന്നേ ഉള്ളൂ. അല്ലാതെ നമുക്ക് ഭരണത്തിലേറിയ ആദ്യ നാൾ തന്നെ എല്ലാം നടപ്പിലാക്കിയിട്ട് 5 കൊല്ലം മുന്നോട്ട് കൈയും കെട്ടിയിരിക്കുക എന്നല്ലല്ലോ. 5 കൊല്ലത്തിനകത്ത് തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ കാര്യങ്ങൾ അവിടെ ചെയ്തു എന്ന് ജനങ്ങളുടെ മുമ്പാകെ ബോധ്യപ്പെടുത്തണം. ആ 5 കൊല്ലം കൊണ്ട് നടപ്പാക്കാൻ പറ്റാത്തത് കൊണ്ടാണ് വോട്ടെടുപ്പ് കഴിഞ്ഞിട്ട് UDF-ൻ്റെ മുന്നേറ്റം കണ്ട് പരിഭ്രമിച്ച ഇടുക്കിയിലെ നേതാവ് MM മണി പറഞ്ഞത് ഞങ്ങൾ കൊടുത്ത പണം മേടിച്ചിട്ട് അവസാനം ഞങ്ങൾക്കിട്ട് വെച്ചു എന്ന്.
അത് CPM തിരുത്തി, അദ്ദേഹം തിരുത്തി. എന്നാൽ അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥമായ വാക്കുകൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തു വന്നു. ഞാൻ ഇവിടെ പറഞ്ഞ് അവസാനിപ്പിക്കുക. ഞാൻ പറഞ്ഞു വന്നത്, അന്ന് LDFും UDFും പ്രകടന പത്രിക ഇറക്കിയെങ്കിലും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ UDFിൻ്റെ പ്രകടന പത്രികയെ ജനങ്ങൾ സ്വീകരിക്കുകയും LDFിൻ്റെ പ്രകടന പത്രികയെ അത് വിശ്വസിക്കാൻ കൊള്ളാത്തതാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളയുകയും ചെയ്തു. അവിടെ ഉയർന്നു വന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, കേരളത്തിലെ യഥാർത്ഥ ഇടതുപക്ഷം കോൺഗ്രസ് ആണ്, കോൺഗ്രസിൻ്റെ ഒപ്പം നിൽക്കുന്നവരാണ്. ഇടതുപക്ഷം എന്ന് ഇപ്പോൾ പറയുന്ന CPM ചേരി വലതുപക്ഷ ചിന്താഗതിയെ താലോലിക്കുന്നവരാണ്. അവർ സമുദായ സംഘടനകളുമായും മറ്റ് സമുദായ പ്രസ്ഥാനങ്ങളുമായും കൂട്ടുകൂടാനും സമുദായവും വർഗീയവുമായ ചില പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ട് ജനങ്ങളെ ഭിന്നിപ്പിക്കാനും ശ്രമിക്കുന്നുവെന്ന് മനസ്സിലായിരിക്കും. ശരി, അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ജമാഅത്ത് ഇസ്ലാമിയെ കുറിച്ചുള്ള ചോദ്യങ്ങളൊക്കെ വരിക. താങ്കൾ അതിന് തുടക്കമിട്ടിരിക്കുന്നു. ഞാൻ അരുൺകുമാറിലേക്ക് ഒന്ന് പോയിട്ട് തിരിച്ചു വരാം. അരുൺകുമാർ, ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ എന്താണ് മറുപടി? പ്രത്യേകിച്ച് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഒരു വലിയ പ്രകടന പത്രികയൊക്കെ UDF മുന്നോട്ട് വെച്ചു, അതാണ് ജനങ്ങൾ കേട്ടത് എന്ന ഒരു അവകാശവാദം ഇപ്പോൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എൻ ശ്രീകുമാർ, താങ്കൾക്ക് പറയാം. ഇവിടെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ചില പ്രത്യേക പ്രതീതികൾ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള നിരന്തരമായിട്ടുള്ള ഇടപെടലാണ്. ഈ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ടോ സാമൂഹ്യക്ഷേമ പദ്ധതികൾക്ക് ഏതെങ്കിലും ബദൽ നിർദ്ദേശങ്ങളോ അതുപോലെ തന്നെ പശ്ചാത്തല വികസന രംഗത്ത് നടക്കുന്ന വിപ്ലവകരമായ പുരോഗതി, ആ പുരോഗതി ഇങ്ങനെ പോരാ, ഞങ്ങൾ വന്നാൽ മറ്റു രൂപത്തിൽ ചെയ്യും എന്നോ ഒരു തരത്തിലുള്ള ഒരു ബദലും ഇതുവരെ UDF മുന്നോട്ട് വച്ചിട്ടില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമുക്ക് ഓർമ്മയുണ്ട്, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ലൈഫ് മിഷൻ പിരിച്ചുവിടും, ഞങ്ങൾ UDF അധികാരത്തിൽ വന്നാൽ പൊതുവിദ്യാഭ്യാസ യജ്ഞം അവസാനിപ്പിക്കും, ഞങ്ങൾ UDF അധികാരത്തിൽ വന്നാൽ ആദ്രം പദ്ധതി അവസാനിപ്പിക്കും, കേരള ബാങ്ക് പിരിച്ചുവിടും എന്നതുൾപ്പെടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മാതൃകാപരമായി ആദ്യത്തെ 5 വർഷം നടപ്പാക്കിയ വിവിധ മേഖലകളിലെ വികസന പ്രവർത്തനങ്ങളെ തകർക്കുന്ന നിർദ്ദേശമാണ് UDF മുന്നോട്ട് വച്ചത്. ബഹുമാനപ്പെട്ട UDFിൻ്റെ കൺവീനർ തന്നെ, അന്ന് MM ഹസൻ തന്നെ പത്രസമ്മേളനം നടത്തി പ്രഖ്യാപിച്ചതാണ് ഇതെല്ലാം. എന്നിട്ട് എന്താ ജനങ്ങൾ തീരുമാനിച്ചത്? നിങ്ങൾ അധികാരത്തിൽ വരേണ്ട, നിങ്ങൾ ആജീവനാന്ത പ്രതിപക്ഷമായിട്ട് തന്നെ ഇരുന്നോളാൻ പറഞ്ഞ് ചരിത്രത്തിൽ ആദ്യമായി ഇടതുപക്ഷത്തിന് ഭരണ തുടർച്ച കൊടുത്തു. അതിനുശേഷം നമ്മൾ കണ്ടു തുരങ്കപാത, ഞങ്ങൾ അനുവദിക്കില്ല, തുരങ്കപാത ഒരിക്കലും തുരങ്കപാതയുടെ പണി ഉദ്ഘാടനം ചെയ്യാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പറഞ്ഞു. ദേശീയപാത ഏതെങ്കിലും സ്ട്രക്ചർ പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്യാമെന്ന് പിണറായി വിജയൻ കരുതേണ്ട എന്ന് പ്രസംഗിച്ചത് ശ്രീ VD സതീശനും K മുരളീധരനുമാണ്. അതുപോലെ വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പദ്ധതി നിർത്തിവച്ചുകൊണ്ട് ചർച്ച ആരംഭിക്കണം, ഒരിക്കലും ഈ പദ്ധതി പൂർത്തീകരിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് VD സതീശൻ നടത്തിയ ആ പ്രസംഗം, പത്രസമ്മേളനമെല്ലാം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെ ലൈവാണ്. അന്ന് ഒരു പുരോഹിതൻ പറഞ്ഞു, മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനെ ഞങ്ങൾ കണ്ണൂരിന് കെട്ടുകെട്ടിക്കും, ഈ പദ്ധതിയൊക്കെ ഇവിടെ നിർത്തിക്കും എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് വിഴിഞ്ഞം പദ്ധതിയുടെ 1ാമത്തെ ഉദ്ഘാടനത്തിൽ പങ്കെടുക്കാത്ത, അന്ന് കപ്പൽ പോയിട്ടൊരു ബോട്ട് പോലും വിഴിഞ്ഞത്ത് അടുക്കില്ല എന്ന് പ്രസംഗിച്ച VD സതീശൻ ഇന്നലെ 2ാം ഘട്ട പ്രവർത്തന ഉദ്ഘാടനത്തിൻ്റെ മുൻനിരയിൽ വന്ന് ആ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്നത് നമ്മൾ കാണുകയുണ്ടായി. അതുപോലെ തന്നെ പറഞ്ഞത് പലതും മാറ്റി പറയേണ്ടി വരുന്ന സാഹചര്യം നമ്മൾ കാണുന്നു. ഇത് ഇടതുപക്ഷത്തിൻ്റെ വികസന അജണ്ടയ്ക്ക്, പശ്ചാത്തല വികസന രംഗത്തെ ഏറ്റവും ശക്തമായ ഇടപെടലിന്, സാമൂഹ്യ ക്ഷേമരംഗത്ത് മുഴുവൻ ജനങ്ങളെയും നെഞ്ചോട് ചേർത്തുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടപെടലുകൾക്ക് ജനം കൊടുക്കുന്ന അംഗീകാരം ഓരോ ദിവസവും വർദ്ധിച്ചു വരുന്നത് നമ്മൾ കാണുകയാണ്. പിന്നെ ഇപ്പോൾ എല്ലാ താരതമ്യപ്പെടുത്തലും കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. 1.5 വർഷം മുമ്പ് ഇവിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നു. ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 18 സീറ്റിൽ UDFും 1 സീറ്റിൽ LDFും 1 സീറ്റിൽ NDAയും വിജയിച്ചു. വോട്ടിംഗ് ശതമാനമെല്ലാം നമുക്കറിയാം, 33% മാത്രമാണ് LDFിന് വോട്ട് കിട്ടിയത്. കൃത്യമായി 45.4% വോട്ട് UDFിന് കിട്ടി. LDFും UDFും തമ്മിൽ 13% വോട്ടിൻ്റെ വ്യത്യാസമുണ്ടായിരുന്നു. 110 നിയമസഭാ മണ്ഡലങ്ങളിലാണ് UDF ലീഡ് ചെയ്തത്. ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ ജില്ലാ പഞ്ചായത്തിലെ പൊളിറ്റിക്കൽ വോട്ടിൻ്റെ ശരാശരിയും ശതമാനവും എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും, 110 നിയമസഭാ മണ്ഡലങ്ങളിൽ ലീഡ് ചെയ്ത UDF അത് 81ലേക്ക് ചുരുങ്ങിയിരിക്കുന്നു. വെറും 19 നിയമസഭാ മണ്ഡലത്തിൽ ലീഡ് ചെയ്ത LDF 19ൽ നിന്ന് അത് 57ആക്കി ഉയർത്തിയിരിക്കുന്നു. 11 നിയമസഭാ മണ്ഡലത്തിൽ ലീഡ് ചെയ്ത NDA വെറും 2 സീറ്റിലേക്ക് ചുരുങ്ങിയിരിക്കുന്നു. LDFും UDFും തമ്മിലുള്ള വോട്ടിംഗ് ശതമാനമൊക്കെ എടുത്തു പരിശോധിച്ചാൽ 14% വ്യത്യാസമുണ്ടായിരുന്നത് ഇപ്പോൾ കേവലം 6%, 4% കുറഞ്ഞിരിക്കുന്നു. 33.6% നിന്ന് LDFിൻ്റെ വോട്ട് ശതമാനം 6.37% കൂടി 39.97, അതായത് 40% വോട്ടായി മാറി.
UDFിന് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കിട്ടിയ 45% നിന്ന് 2.5% കുറഞ്ഞിരിക്കുന്നു. അതുപോലെ BJPക്ക് 3.5% വോട്ട് കുറഞ്ഞിരിക്കുന്നു. ആകെ LDF UDFും തമ്മിലുള്ള വോട്ടിംഗ് ശതമാനത്തിന്റെ വ്യത്യാസം ഒരു 6.5 ലക്ഷം വോട്ട് മാത്രമാണ്. അതിൽ 5,93,000 വോട്ട് വ്യത്യാസം മലപ്പുറം ജില്ലയിലാണ്. മലപ്പുറം ജില്ലയും എറണാകുളം ജില്ലയും മാറ്റിവെച്ചാൽ വോട്ടിംഗ് ശതമാനത്തിലെല്ലാം LDF തന്നെയാണ് മുന്നിൽ. അതുകൊണ്ട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പ്രാദേശികമായിട്ട് ഞങ്ങൾക്ക് നേട്ടമുണ്ടായി. അതുകൊണ്ട് ഞങ്ങളിതാ വലിയ നേട്ടം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സൃഷ്ടിക്കാൻ പോകുന്നു എന്ന് ഇപ്പോൾ ചാനൽ ചർച്ചകളിലൊക്കെ പറയുന്ന താങ്കളുടെ ശ്രദ്ധയിലേക്ക് ഒരു കാര്യം ഞാൻ കൊണ്ടുവരട്ടെ. കനകോലു ആ വലിയ സമ്മേളനം, കോൺഗ്രസിന്റെ മുഴുവൻ നേതാക്കന്മാരുടെ സമ്മേളനം അങ്ങ് മാനന്തവാടിയിൽ വിളിച്ചുകൂട്ടിയല്ലോ, വയനാട്ടിൽ വെച്ച് വിളിച്ചുകൂട്ടിയപ്പോൾ പറഞ്ഞു, ഇവിടെ ഒരു തരത്തിലും ഇടതുപക്ഷത്തിന്റെ വോട്ട് സ്ട്രക്ചറിന് ഒരു വിഘാതവും വന്നിട്ടില്ല, ഒരു ഭരണവിരുദ്ധ വികാരവും ഈ കേരളത്തിലില്ല. അതുണ്ട് എന്ന് വെച്ച് അഹങ്കാരത്തിന്റെ ആൾരൂപമായിട്ട് UDF മാറിക്കഴിഞ്ഞാൽ വലിയ പ്രതിസന്ധി, ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധി നേരിടേണ്ടി വരും എന്ന് ആ യോഗത്തെ അഭിസംബോധന ചെയ്ത് പ്രസംഗിച്ചത് കനകോലു തന്നെയാണ്. അതുകൊണ്ട് യാഥാർത്ഥ്യം പലർക്കും മനസ്സിലായിട്ടുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതീതി നിർമ്മാണത്തിനും ഞങ്ങൾ പോകുന്നില്ല. നിങ്ങൾ വലിയ വിസ്മയത്തിന്റെ മുദ്രാവാക്യം വെച്ചു, പലരെയും അടർത്തിയെടുക്കാൻ ശ്രമം നടത്തി. മാണി കോൺഗ്രസ് ദേ പോന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ തന്നെ വാർത്തകൾ കൊടുത്തു. അവസാനം മാണി കോൺഗ്രസിന്റെ നേതാവ് ജോസ് കെ മാണി വന്ന് പറഞ്ഞു, ഞങ്ങളെ ചവിട്ടി പുറത്താക്കി. ആ സമയത്ത് ഞങ്ങൾക്ക് അഭയം തന്നത് LDF ആണ്. അതുകൊണ്ട് 5 വർഷം കഴിയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന രീതിയല്ല ഞങ്ങളുടേത്. ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു. എല്ലാ രാഷ്ട്രീയ വിഷയങ്ങളും ഞങ്ങൾ ഉയർത്തിയതിൽ LDF ശരിയായ നിലപാട് സ്വീകരിച്ചു. അതുകൊണ്ട് ഞങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള പിന്തുണ LDFനാണെന്ന് പറയുന്ന സാഹചര്യം ഉണ്ടായി. ഇപ്പോൾ UDFന്റെ നേതാക്കന്മാർ തന്നെ പറയുന്നു, സോണിയാഗാന്ധി വിളിച്ചു, ചർച്ച നടത്തി എന്നൊക്കെ പറഞ്ഞത് കള്ളമാണ്, അങ്ങനെ ഒന്നും നടന്നില്ലെന്ന്. അതുകൊണ്ട് ഒരു വിസ്മയവും സൃഷ്ടിക്കാൻ കഴിയുന്നില്ല. ഒരു തരത്തിലുള്ള നിങ്ങൾ ഉന്നയിച്ച ആരോപണവും വിജയിക്കുന്ന സാഹചര്യമില്ല. നിങ്ങൾ ഉയർത്തിയ പല പിൻവലിച്ചു പോകേണ്ടി വന്നു. ശബരിമല എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഭയമുണ്ടാകുന്ന സാഹചര്യം ഉയർന്നു വന്നു. അതുകൊണ്ട് നുണപ്രചരണങ്ങളും അപകീർത്തിയുടെ പുറകൽ പോകലും പ്രതീതി നിർമ്മാണവും എല്ലാം നിങ്ങൾ തുടരുക. ഞങ്ങൾ ജനങ്ങൾക്ക് കൊടുത്ത വാക്ക് ഓരോന്നായി പാലിച്ച് പൂർത്തീകരിക്കും. അതുപോലെ പശ്ചാത്തല വികസന രംഗത്ത് ഞങ്ങൾ നടത്തിയ ആ വിപ്ലവകരമായ ഇടപെടൽ തുടരും, പൂർത്തീകരിക്കും. അതുപോലെ ക്ഷേമ പദ്ധതികൾ കൂടുതൽ ഞങ്ങൾ കാര്യക്ഷമമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകും. വൻകിട വികസന പ്രവർത്തനങ്ങളെല്ലാം ലോകത്തിന് മാതൃകയായി വികസിത രാജ്യങ്ങളുടെ അപ്പുറത്ത് നിൽക്കുന്ന തരത്തിൽ ഞങ്ങൾ പൂർത്തീകരിക്കും. അത് പൂർത്തീകരിക്കുന്നു എന്നത് ജനങ്ങൾക്ക് കൃത്യമായി ബോധ്യമുള്ളത് കൊണ്ട് ജനം ഇടതുപക്ഷത്തിന് അനുകൂലമായി ചിന്തിക്കും. ചരിത്ര വിജയം ഞങ്ങൾ ആവർത്തിക്കുക തന്നെ ചെയ്യും. ശരി, ഞാൻ വരാം അഡ്വക്കേറ്റ് അരുൺകുമാർ. M. ജയചന്ദ്രൻ, നോക്കൂ, ഈ പ്രതീതി നിർമ്മാണം വളരെ പ്രധാനമായി അടിവരയിട്ടാണ് അഡ്വക്കേറ്റ് അരുൺകുമാർ പറഞ്ഞത്. നേരത്തെ N. ശ്രീകുമാർ ചൂണ്ടിക്കാട്ടിയത്, കഴിഞ്ഞ ചർച്ചകളിലൊക്കെ അദ്ദേഹം അത് പറയുന്നുണ്ട്, ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം ഉണ്ടായി എന്ന്. പക്ഷേ ഇപ്പോൾ അരുൺകുമാർ ചൂണ്ടിക്കാട്ടിയ ആ വസ്തുതയുണ്ടല്ലോ, നമുക്കറിയാവുന്നതാണ്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് എവിടെ എത്തി എന്നുള്ളത് വലിയൊരു താഴോട്ട് പോക്കാണ് ഉണ്ടായത് എന്നുള്ളത് കണക്കുകൾ കാണിക്കുന്നുണ്ട്. അവിടെയാണ് വലിയ പ്രതീതി ഉണ്ടാക്കുന്നത്. ആ നോക്കൂ, ഞങ്ങളുടെ പ്രകടന പത്രിക അത് ജനം സ്വീകരിച്ചു, ഞങ്ങളെയാണ് ഇനി ഇതാ കൊണ്ടുവരാൻ പോകുന്നത് അടുത്ത തെരഞ്ഞെടുപ്പിൽ എന്നുള്ളത് വരുമ്പോഴും ഇവിടെ ഒന്നുമില്ല, ബദലായി മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങളൊന്നും കാണുന്നില്ല എന്നതാണ് വിസ്മയം. ഇങ്ങനെയുള്ള വാക്കുകൾ മാത്രമേ ഉള്ളൂ. എങ്ങനെ കാണുന്നതാണ്? പിന്നെ UDFന്റെ വ്യാപകമായ പ്രചരണത്തിന്റെ പ്രധാനപ്പെട്ട കേന്ദ്രീകൃത മനോഭാവം അല്ലെങ്കിൽ കേന്ദ്രീകൃതമായ ഒരു നിലപാടെന്ന് പറയുന്നത് കഴിഞ്ഞ 10 വർഷമായി കേരളത്തിൽ അതിഭയങ്കര വിലക്കയറ്റമാണ്. സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റാതെ ജനങ്ങളുടെ ജീവിതം ദുസ്സഹമായിരിക്കുന്നു. അന്ന് പറഞ്ഞാൽ അതിന് കണക്കുകൾ നിരത്തുകയാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ പിന്നെ ഞാൻ ഇതൊക്കെ കാണുമ്പോൾ ഏതെങ്കിലും ചാനൽ ചർച്ചകളിൽ പറയണം എന്ന് ഓർത്തു തന്നെ ഞാൻ ശ്രദ്ധിച്ചു വെച്ചിരുന്ന കാര്യമാണ്. അതുകൊണ്ട് ഇപ്പോൾ അത് താങ്കളുടെ ചോദ്യത്തിന്റെ മറുപടിയായി പറയുകയാണ്. ഈ 1980 പാർലമെന്റ് തെരഞ്ഞെടുപ്പാണ് ഞാൻ പെട്ടെന്ന് ഓർത്ത് പറയാൻ കഴിയും. അന്നത്തെ പ്രതിപക്ഷം വലിയ തോതിൽ ഉയർത്തിയ ഒരു പ്രശ്നമായിരുന്നു വിലക്കയറ്റം. വലിയ പ്രശ്നമായിട്ട് തന്നെ രാജ്യവ്യാപകമായ പ്രതിപക്ഷം ഉയർത്തിയ പ്രശ്നമാണ്. അപ്പൊ അതിന് തൊട്ടു മുമ്പുള്ള ജനതാ പരിവാറിന്റെ കാര്യമൊക്കെ അറിയാമല്ലോ. പിന്നെ അന്ന് ഇന്ദിരാഗാന്ധി പറഞ്ഞൊരു മറുപടിയുണ്ട്. അതിപ്രശസ്തമോ അല്ലെങ്കിൽ കുപ്രസിദ്ധമോ ആയ ഒരു മറുപടി, വിലക്കയറ്റം ഒരു ആഗോള പ്രതിഭാസമാണ്, അത് ഇന്ത്യയിൽ മാത്രമുള്ളതല്ല, അത് ഇന്ത്യയിൽ മാത്രമുള്ളതാണ് എന്ന മട്ടിൽ പ്രചരിപ്പിക്കുന്നത് പ്രതിപക്ഷത്തിന്റെ കഴിവുകേട് കൊണ്ടാണ്. ഇതായിരുന്നു ഇന്ദിരാഗാന്ധിയുടെ മറുപടി. അപ്പൊ ആ മറുപടി പിന്നീട്
രാഷ്ട്രീയക്കാർ എത്രത്തോളം ഉപയോഗിച്ചിട്ടുണ്ടെന്നുള്ളത് അത് തർക്ക പ്രശ്നമാണ്. പക്ഷെ ഇന്ദിരാഗാന്ധി അത് പറഞ്ഞിട്ടുണ്ടെന്നും സോഷ്യോളജിസ്റ്റുകൾ അടക്കം പലപ്പോഴും ഇത് കോട്ട് ചെയ്തിട്ടാണ് സംസാരിച്ചിട്ടുള്ളതെന്നുള്ളത് നമുക്കറിയുന്ന കാര്യമാണ്. അപ്പൊ ഇതുമായി ചേർത്ത് വെച്ച് എനിക്ക് പറയാൻ കഴിയുന്ന ഒരു കാര്യം, 1980 ഒരു പവൻ സ്വർണത്തിന് 975 രൂപയായിരുന്നു വില. ഇന്ന് ഏതാണ്ട് 1,20,000 രൂപ അടുത്ത് എത്തി. എന്തൊരു മുടിഞ്ഞ വിലക്കയറ്റമാണ്. കോൺഗ്രസ് ഉണ്ടാക്കിയ വിലക്കയറ്റം BJP തുടരുന്നു എന്നല്ലേ നമ്മൾ പറയേണ്ടത്, അല്ലേ? അങ്ങനെയാണോ സാധാരണ ഇത്തരം കാര്യങ്ങൾ കാണാറുള്ളത്? അത് ഇത്തരം വിലക്കയറ്റത്തിനൊക്കെ അതിൻ്റെതായിട്ടുള്ള ഈ അടിസ്ഥാനപരമായ കാര്യങ്ങളും കാരണങ്ങളും ഉണ്ടാവും. അതിന്റെ ഒരു നെറ്റ് ഔട്ട്കം ആയിട്ടാണ് ഇതൊക്കെ പുറത്തു വരിക. അപ്പൊ എന്താണ് സംഭവിക്കുന്നത്? ഞാൻ എപ്പോഴും പറയാറുള്ള ഇത്തരം ചർച്ചകൾ വരുമ്പോൾ ഞാൻ പറയാറുള്ള കാര്യമുണ്ട്. എന്നെ സംബന്ധിച്ചോളം വില കൂട്ടുന്നതിനോട് വിയോജിക്കുന്ന ആളല്ല ഞാൻ ഒരു സാധനത്തിനും. പ്രൊവൈഡഡ് എനിക്ക് എന്റെ ശമ്പളം കൂട്ടിക്കിട്ടണം, എന്നിട്ട് നിങ്ങൾ വില കൂട്ടിക്കോളൂ. ഏത് ഗവൺമെന്റിനോട് ഞാൻ പറയുന്നത് അങ്ങനെയാണ്. എല്ലാവരുടെയും മനോഭാവം അങ്ങനെയാണെന്നേ. എന്റെ ശമ്പളം കൂട്ടാതെ നിങ്ങൾ വില കൂട്ടിയാൽ അത് പ്രശ്നമാണ്. പക്ഷെ ജനങ്ങളുടെ ഈ പർച്ചേസിംഗ് പാരിറ്റി കൂടണമല്ലോ. വില കൂടുമ്പോൾ ഈ പർച്ചേസിംഗ് പാരിറ്റി കൂടണമെങ്കിൽ എന്ത് ചെയ്യും? അവനവന്റെ വേതനം വർദ്ധിക്കണം. അത് സാമാന്യഗതിതമല്ലേ, സാമാന്യ യുക്തിയുമല്ലേ. അപ്പൊ അതാണ് കാര്യം. അത് കേരളത്തിൽ ഉണ്ടോ എന്നുള്ളതുകൊണ്ടാണല്ലോ അന്യസംസ്ഥാന തൊഴിലാളികൾ ഗൾഫിൽ പോവാതെ ഇപ്പൊ കേരളത്തിലേക്ക് വരുന്നത്, അല്ലേ? അല്ലെങ്കിൽ അവർ കേരളം അവർക്ക് ഗൾഫാണ്. അവരെ ഞാൻ മുൻപ് കേരളത്തിന് പറഞ്ഞിട്ടുണ്ടെന്നാണ് ഞാൻ ഓർക്കുന്നത്. എനിക്കൊരു സുഹൃത്തുണ്ട്, പത്തനംതിട്ട ട്രാവൽ ഏജൻസി നടത്തുകയാണ്. അയാളുടെ പ്രധാനപ്പെട്ട വരുമാനം ആ മേഖലയിലെ ഏതാണ്ട് 1 ലക്ഷത്തോളം വരുന്ന അതിഥി തൊഴിലാളികളുണ്ട്. അവർ 2 മാസം കൂടുമ്പോൾ നാട്ടിൽ പോകും. അവർക്ക് ഫ്ലൈറ്റ് ബുക്ക് ചെയ്ത് കൊടുക്കുന്ന പണിയാണ് ഏറ്റവും പ്രധാനമായിട്ട് ഇവർ ചെയ്യുന്നത്. ചെറിയ തുകയൊന്നുമല്ല ലോക്കൽ. അത് അയാളുടെ ജീവിത മാർഗമായി തന്നെ വലിയ വിധത്തിൽ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് കേരളത്തിൽ സാധ്യമാണ് എന്ന് തെളിയിക്കുകയാണ് ഇവിടെ. കഴിഞ്ഞ 10 വർഷമായിട്ട് അതിഥി തൊഴിലാളികളുടെ എണ്ണം കൂടുതലല്ലേ വരുന്നത്. ഇത് നമ്മൾ പറയുമ്പോഴേക്ക് നേരെ മറുപടി എന്താ വരുന്നത് അറിയാമോ? നിങ്ങൾ ബംഗാൾ നോക്കൂ. ബംഗാളിൽ നിന്നുള്ള ആൾക്കാരാണ് അങ്ങോട്ട് വരുന്നത്. ബംഗാളികളാണ് ഇവിടെ വരുന്നത്. ബംഗാളിൽ നിന്ന് വരുന്ന ബംഗ്ലാദേശികളാണ്. ബംഗ്ലാദേശിൽ നിന്ന് അഭയാർത്ഥികളായിട്ട് വരുന്നവരാണ് ബംഗാൾ വഴി നുഴഞ്ഞു കയറുന്നത്. എത്ര ഉദാഹരണങ്ങൾ വേറെ ഉണ്ട്. പക്ഷേ മോദിയുടെ ഗുജറാത്ത് മാത്രം മാറ്റി നിർത്തിയാൽ ഒഡീഷ, ബീഹാർ, അസം ഈ പ്രദേശങ്ങളിലെല്ലാം ആൾക്കാര് ഇങ്ങനെ നിരനിരയായി എന്ന വണ്ണം ഇവിടെ കുടുംബസഹിതമാണ് വന്ന് കുട്ടികളെ നമ്മുടെ പൊതുവിദ്യാലയങ്ങളിൽ ചേർക്കുന്നത്. നമ്മളെപ്പോഴത്തെ ഒരു കുട്ടി മലയാള ഭാഷയിൽ ഏറ്റവും മികച്ച മാർക്ക് വാങ്ങിയതിന്റെ ചരിത്രം നമ്മളെല്ലാം ചർച്ച ചെയ്തതല്ലേ, ചാനലുകളും പത്രങ്ങളും എല്ലാം. അപ്പൊ അതുണ്ട്. എന്നാൽ കേരളത്തിന് പർച്ചേസിംഗ് പാരിറ്റി കേരളത്തിൽ ജീവിച്ച് തൊഴിലെടുത്ത് ജീവിക്കുന്നവർക്കുണ്ട് എന്നുള്ളതാണ് തെളിവ്. അപ്പോ ഈ പറയുന്ന വിലക്കയറ്റം എന്നുള്ളത് കെട്ടുകഥയായിട്ട് മാറുകയാണ് അവിടെ. ഒന്ന്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? ഞങ്ങൾക്ക് വേണ്ട അധികാരമാണ്. ആർക്ക്? UDF. ആ അധികാരം കിട്ടാനായി തെരഞ്ഞെടുപ്പ് കാലത്തും അല്ലാത്ത കാലത്തും എന്തൊക്കെ പറയണോ അതൊക്കെ ഞങ്ങൾ പറയും. ഞങ്ങളെ പിന്തുണയ്ക്കാൻ മാധ്യമങ്ങളുടെ വലിയൊരു പിൻബലം ഞങ്ങൾക്കുണ്ട്. ഇതാണ് മറ്റൊന്ന്. അത് യാഥാർത്ഥ്യമാണ്. അതിനെ എങ്ങനെയാണ് കൗണ്ടർ ചെയ്യേണ്ടത് എന്നുള്ളത് LDF അറിയാം. LDFന്റേതായ രീതികൾ കൊണ്ടുവരുന്നുമുണ്ട്, അങ്ങനെ പോകുന്നുമുണ്ട്. അതങ്ങനെയാണ് പോവുക. അപ്പൊ പിന്നെ മിച്ചം വരുന്ന പ്രശ്നം ഏതാണ്? അടിസ്ഥാന സൗകര്യ വികസനം നടന്നോ? ഒന്ന്, ചോദ്യം നമ്പർ 1 അതാണല്ലോ. പിന്നെ അവർ മിച്ചം വരുന്ന പ്രശ്നം നടക്കുന്നുണ്ട്, നടന്നിട്ടുമുണ്ട്. 2, ക്ഷേമ പദ്ധതികൾ കാലാകാലങ്ങളിൽ ന്യായമായി കൊടുക്കുന്നുണ്ടോ? ഉണ്ടല്ലോ. കുടിശ്ശിക അടക്കം ക്ഷേമ പെൻഷൻ കൊടുത്തു തീർക്കുകയും അത് 2000 രൂപയായിട്ട് വർദ്ധിപ്പിക്കുകയും ചെയ്തല്ലോ. UDF ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തത് ഈ കഴിഞ്ഞ കാലങ്ങളിൽ ചർച്ച ചെയ്ത് കെട്ടിട തൊഴിലാളി പെൻഷന്റെ കാര്യത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട ശ്രീകുമാർ അടക്കം ഞങ്ങൾ പല ചർച്ചകളിലും പറഞ്ഞിട്ടുമാണ്. ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ. തൊഴിലാളി ആനുകൂല്യങ്ങൾ എന്തുകൊണ്ട് കൊടുക്കുന്നില്ല? അതും ഇപ്പൊ കൊടുത്തു തുടങ്ങിയല്ലോ. അപ്പൊ അത്തരം കാര്യങ്ങൾ ഇലക്ഷൻ വരുന്നതുകൊണ്ടാണോ കൊടുക്കുന്നത്? സാമ്പത്തിക പ്രയാസം കൊണ്ടാണെന്ന് ധനമന്ത്രിയും മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും രാഷ്ട്രീയ നേതാക്കളും അടക്കം എത്രയോ പ്രാവശ്യം വിശദീകരിച്ചു കഴിഞ്ഞു. അതിന്റെ കണക്കുകളെല്ലാം നമ്മുടെ മുമ്പിലുണ്ട്. ഞാൻ ഏതാണ്ടൊക്കെ അക്കാര്യത്തിൽ ഇപ്പൊ കാണാൻ വിളിച്ചതുപോലായിട്ടുണ്ട്. ഇങ്ങനെ പറഞ്ഞു വന്നിട്ടുണ്ട് ഈ കണക്കുകളുടെ കാര്യം. അതിപ്പോ ഇവിടെ ആവർത്തിക്കുന്നില്ല. അപ്പൊ അതുണ്ട്. നമുക്ക് പോരായ്മകളോ കുറവുകളോ ഇല്ല എന്നില്ല. ആ പോരായ്മകളും കുറവുകളും ഉള്ളപ്പോഴും നമ്മൾ മുമ്പോട്ട് തന്നെയാണ് കേരളം പോകുന്നത്
സ്റ്റാഗ്നന്റ് ആയിട്ട് സ്തംഭനാവസ്ഥയിൽ നിൽക്കുകയല്ല, അല്ലെങ്കിൽ പുറകോട്ടടി നേരിടുകയല്ല എന്നുള്ളത് നമ്മുടെ മുമ്പിലുള്ള പ്രത്യക്ഷമായ തെളിവുകളാണ്. അതായത് ഒരു അത് പ്രതീതി ഏത് ഉണ്ടാക്കലല്ല, ഒരു മേഖലയാണ് പ്രതീതി ഉണ്ടാക്കലല്ല ശ്രമിക്കുന്നത് LDF എന്നുള്ളതാണ്. കൃത്യമായി അവിടെ ഡേറ്റയുണ്ട്, കൃത്യമായി അവിടെ അനുഭവമുണ്ട്, ആളുകൾ അതനുസരിച്ച് കാര്യങ്ങൾ പറയുന്നുമുണ്ട്. പക്ഷെ അതും പോരാ, അതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ വേണം എന്നുള്ള ഒരു ഘട്ടമുണ്ട്. അവിടത്തേക്കാണ്, അടുത്തൊരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ തന്നെയാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. ശ്രീ എൻ ശ്രീകുമാർ, നോക്കൂ, അവിടെയാണ് ഈ പറഞ്ഞ പ്രതീതി ഉണ്ടാക്കൽ. അതിനെന്തൊക്കെയാണ് ടൂൾസ് ഉപയോഗിക്കുന്നത്? നേരത്തെ പറഞ്ഞ കനകോലുവിൻ്റെ പല പരിപാടികളുണ്ട്, മാധ്യമങ്ങളുടെ സപ്പോർട്ടോടു കൂടിയുള്ള വാർത്തകൾ ഉപയോഗിക്കുന്നുണ്ട്, സർവേകൾ നമ്മൾ പലതും കണ്ടു. ആർക്കു വേണ്ടി സമയമില്ലാത്തവരൊക്കെ പല സർവേകളും ഉണ്ടാക്കുമെന്നൊക്കെ നേതാക്കന്മാർ പറഞ്ഞ പലതരത്തിലുള്ള സർവേകൾ ഉണ്ട്. അങ്ങനെ പല തരത്തിലുള്ള പ്രതീതിയാണ്. അടിസ്ഥാന സൗകര്യ വികസനം, ക്ഷേമകാര്യങ്ങൾ, വികസന കാര്യങ്ങൾ, ഇങ്ങനെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്കപ്പുറം ഇത്തരം പ്രതീതികൾ കൊണ്ട് ഈ 2-3 മാസം എങ്ങനെയെങ്കിലും കടത്തിവിട്ട് ഈ പറയുന്ന കാര്യങ്ങളിലേക്ക് പോവുക എന്നാണ്. പക്ഷേ 2024 നിന്ന് 2025 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെത്തിയപ്പോൾ കാര്യങ്ങൾ താങ്കൾ പറഞ്ഞ കണക്കിലേക്ക് എത്തിയത് ഒരു താഴോട്ട് വരവാണ്. ഡോക്ടർ ലാലെ, ഇവിടെ നമ്മുടെ സുഹൃത്ത് ഡോക്ടർ അരുൺകുമാർ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞല്ലോ. ആ കാര്യങ്ങൾ പറഞ്ഞതിൽ 1-2 കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്ന്, അദ്ദേഹം പറഞ്ഞത് ഈ വിഴിഞ്ഞം പദ്ധതിയെക്കുറിച്ചാണ്. വിഴിഞ്ഞം പദ്ധതി ഉമ്മൻചാണ്ടി 6000 രൂപയുടെ ഒരു പദ്ധതി കൊണ്ടുവന്നപ്പോൾ ഏതാണ്ട് 7,000 കോടി രൂപയുടെ അഴിമതി ആരോപണം ഉന്നയിച്ച ആളാണ് ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. അതുകൊണ്ട് 5 വർഷമാണ് ആ പദ്ധതിക്ക് നഷ്ടമായത്. അല്ലെങ്കിൽ 2019 ആ പദ്ധതി, അല്ല ഞാൻ പറയട്ടെ, കരാറിൽ പ്രശ്നം ഉണ്ടായിട്ട് ആ കരാർ തന്നെയാണ് ഇപ്പോഴും നടപ്പാക്കിയിട്ടുള്ളത്, യാതൊരു സംശയം വേണ്ട. അത് ഞങ്ങൾ കുറച്ച് മാറ്റി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ആ കരാർ തന്നെയാണ് കരാർ എന്നുള്ളത് വ്യക്തമായിട്ട് ഇന്നലെ അദാനി തന്നെ ഒരു ഉത്തരം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 5 വർഷം 6,000 കോടി രൂപയുടെ അഴിമതി, അല്ല 6,000 കോടി രൂപയുടെ പദ്ധതിയിൽ 7,000 കോടി രൂപയുടെ അഴിമതി ഉന്നയിച്ച CPMൻ്റെ അന്നത്തെ സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ ആ അഴിമതി എന്തായാലും തെറ്റാണെന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടല്ലോ. പിന്നീട് അഴിമതിയെക്കുറിച്ചൊന്നും മിണ്ടിയിട്ടില്ല, അരുൺകുമാറിനെ പോലുള്ളവരും മിണ്ടിയിട്ടില്ല. അതവിടെ നിൽക്കട്ടെ. അതുകൊണ്ട് 5 വർഷം നഷ്ടമായ പദ്ധതി നീണ്ടുപോയി. ഇപ്പോഴും ഒരു പ്രാഥമിക ഇൻഫ്രാസ്ട്രക്ചറായിട്ട് ഒന്നും നടപ്പാക്കിയിട്ടില്ല. അതിനി അടുത്ത ഗവൺമെൻറ്, ഏത് ഗവൺമെൻറ് ആണെങ്കിലും അടുത്ത ഗവൺമെൻറ് ഒക്കെ ആയിട്ട് നടപ്പാക്കാൻ പറ്റുള്ളൂ. രണ്ടാമത്തെ കാര്യം, കേരളയിൽ എന്ന പേര് ഇവരിട്ട മഞ്ഞക്കുറ്റികൾ, ആ മഞ്ഞക്കുറ്റികൾ എടുത്തു മാറ്റാൻ കുറിച്ച് എന്താണ്? ഇതിനകം വിഴിഞ്ഞത്ത് വന്ന കണ്ടെയ്നറുകളും ഈ കപ്പലുകളും ഒക്കെ എങ്ങനെയാണ്, ഏത് കണക്കിലാണ് പെടുത്തുക? കപ്പലൊക്കെ വരും, കപ്പൽ വരാനാണല്ലോ തുറമുഖം ഉണ്ടാക്കിയത്. പക്ഷേ അത് റെയിൽ മാർഗവും റോഡ് മാർഗവും ഒക്കെ എത്തിക്കണ്ടേ? അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഒന്നും പൂർത്തിയായിട്ടില്ല. അല്ല, അതാണല്ലോ ഘട്ടമായിട്ടാണല്ലോ. അതെ, ആ 2ാം ഘട്ടം ഉദ്ഘാടനം ചെയ്യാൻ 5 വർഷം നഷ്ടപ്പെടുത്തിയെന്നാ പറഞ്ഞ LDF. ആ 6,000 കോടി രൂപയുടെ അഴിമതി ആരോപണം പിന്നെ ഉമ്മൻചാണ്ടിയെ തടസ്സപ്പെടുത്തി. അപ്പൊ അന്ന് പറഞ്ഞ മുന്നോട്ട് പോയിരുന്നെങ്കിൽ ആർക്കൊക്കെ ലാഭം ഉണ്ടാകുമായിരുന്നു എന്ന് അന്ന് തന്നെ നമ്മൾ ചർച്ച ചെയ്തതാണല്ലോ. അത് അങ്ങനെ തന്നെ പോകണമായിരുന്നു എന്നാണോ താങ്കളുടെ വാദം? അല്ല, അത് ഉമ്മൻചാണ്ടിക്കെതിരെ അഴിമതി ആരോപണം ഉന്നയിക്കാൻ ഇവർ ശ്രമിച്ചെങ്കിലും, അല്ല ഇവർ ശ്രമിക്കുകയല്ല, ഇവർ ഉന്നയിച്ചെങ്കിലും അവർക്ക് അത് വെറുതെ നുണയായിരുന്നു, വാസ്തവവിരുദ്ധമായിരുന്നു. ആ വാസ്തവവിരുദ്ധമായ ആരോപണം ഉന്നയിച്ചുകൊണ്ട് ആ പദ്ധതി തടസ്സപ്പെട്ടു പോയി. വ്യക്തത വരുത്തട്ടെ, അരുൺകുമാർ അങ്ങനെയാണോ? വ്യക്തത വരുത്തിയിട്ടൊന്നും കാര്യമില്ല, പറഞ്ഞ കാര്യമല്ലേ. അല്ല, ആ വോയിസിൽ പ്രശ്നമുണ്ട്. അരുൺകുമാറിന്റെ ശബ്ദം കേൾക്കുന്നില്ല. അരുൺകുമാർ ഒന്നുകൂടി പറയണം. ആദ്യം പറഞ്ഞത് ഒന്നുകൂടി പറയണം. അതായത് വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ടുകൊണ്ട് CPM പറഞ്ഞ അഭിപ്രായം 100% ഇപ്പോഴും ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു. കാരണം ആദ്യത്തെ 20 വർഷത്തേക്ക് 1 രൂപ പോലും ഈ ഗവൺമെന്റിന് വരുമാനമില്ല. ഇപ്പോഴെന്താ 5,600 കോടി രൂപ സംസ്ഥാന ഗവൺമെന്റ് മുടക്കിയിരിക്കുന്നു. കേന്ദ്രം 10% താഴെയാണ് മുടക്കിയിരിക്കുന്നത്. അതുപോലെ അദാനി മുടക്കിയിരിക്കുന്നത് നമ്മൾ മുടക്കിയതിൻ്റെ 4/1 മാത്രമാണ്. ഇത്രയധികം തുകയും അതുപോലെ ഭൗതിക സൗകര്യങ്ങളുമെല്ലാം കേരളം തന്നെ മുടക്കിയിട്ട് 20 വർഷത്തേക്ക് 1 രൂപ പോലും കേരളത്തിന് വരുമാനമില്ല. 21-ാം വർഷം ലാഭത്തിൻ്റെ 1% മാത്രമാണ്. 22-ാം വർഷം 2%. അങ്ങനെ 40 വർഷമാകുമ്പോൾ നമുക്ക് കിട്ടുന്നത് ആകെ 20% മാത്രമാണ്. 21-ാം വർഷം മുതൽ 40 വർഷം തികയുന്നത് വരെ ഈ കരാർ എക്സ്റ്റെൻഡ് ചെയ്യാൻ വരെ അധികാരമുണ്ട്. അത്തരത്തിലൊരു കണ്ടീഷൻ മൂലം കണക്ക് കൂട്ടുമ്പോൾ ഉണ്ടാകുന്ന നഷ്ടം കാൽക്കുലേറ്റ് ചെയ്ത് തന്നെയാണ്
LDF അന്ന് അഭിപ്രായം പറഞ്ഞത്. Yes. ആ അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുന്നു. ശരി. എന്നാൽ ഉമ്മൻചാണ്ടി കരാറിൽ ഒപ്പിട്ടു. ആ കരാർ പുതിയ ഗവൺമെന്റിന് വേണമെങ്കിൽ മുന്നോട്ട് പോകാതിരിക്കാം. മുന്നോട്ട് പോകാതിരിക്കുന്നത് ഒരു ഗവൺമെന്റിന്റെ സ്പിരിറ്റിന് യോജിച്ചതല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആ പദ്ധതി സമയബന്ധിതമായി പൂർത്തീകരിക്കുകയാണ്. ഒറ്റ വർഷവും നഷ്ടപ്പെട്ടിട്ടില്ല. 17 വർഷം മുൻപെയാണ് നമ്മൾ 2028 ഈ പദ്ധതി പൂർത്തീകരിക്കാൻ പോകുന്നത്. എൻ ശ്രീകുമാർ, നുണ പറയുമ്പോൾ വസ്തുതകൾ 2 ദിവസമായിട്ട് കേരളത്തിലെ ജനങ്ങൾ കൃത്യമായി തന്നെ പഠിച്ച് മനസ്സിലാക്കുന്നുണ്ടല്ലോ. 2045 പൂർത്തീകരിക്കേണ്ട പദ്ധതി 2028 പൂർത്തീകരിക്കുമ്പോൾ എങ്ങനെയാണ് വർഷം നഷ്ടപ്പെട്ടു എന്ന് താങ്കൾ ശ്രീകുമാർ, അപ്പോൾ അക്കാര്യത്തിൽ വ്യക്തത പറയുന്നത്? വന്നിട്ടുണ്ട്. അങ്ങനെ അദാനിക്ക് ചിലപ്പോൾ താല്പര്യം മറ്റൊന്നായിരിക്കാം, അതുകൊണ്ട് അദാനി ചിലപ്പോൾ മറ്റൊരു രീതിയിൽ തന്നെ നടക്കണമെന്ന് ചിലപ്പോൾ ആഗ്രഹിച്ചേക്കാം. പക്ഷേ ഇതാണ് വസ്തുത എന്ന് ഇപ്പോൾ ജനം മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. ശ്രീകുമാർ, വസ്തുത ജനം മനസ്സിലാക്കിയിട്ടില്ല. അരുൺകുമാറിനും ഡോക്ടർ ലാൽകുമാറിനും ഒരു പക്ഷേ ഡോക്ടർ ലാലിനും ഒരു പക്ഷേ അത് മനസ്സിലായിട്ടുണ്ടാവും. 6000 കോടിയുടെ അഴിമതി പിണറായി വിജയൻ ഉന്നയിച്ചിട്ട് ആ അഴിമതി ഇപ്പൊ ഒന്നും കേൾക്കാനില്ല. 5 വർഷം പദ്ധതി അതാണ് 2045 ഇപ്പോൾ 2020 കരാറൊന്നും മാറ്റിയിട്ടില്ല. എൻ്റെ ഡോക്ടർ ലാലെ, നമ്മൾ കരാറൊന്നും മാറ്റിയിട്ടൊന്നുമില്ല. ആ കരാർ തന്നെയാണ് ഇപ്പോൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പ്രാഥമികമായ ഒരുപാട് ജോലികൾ സംസ്ഥാന ഗവൺമെൻറ് ചെയ്യേണ്ടത് ചെയ്തിട്ടുമില്ല. അത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. പക്ഷേ ഉമ്മൻചാണ്ടിയുടെ പേര് അദാനി പറയുന്നതും പിണറായി വിജയൻ്റെ പേര് പറയുന്നത് അദാനി തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു വിഷയത്തിൽ തർക്കിക്കേണ്ട കാര്യമില്ല. സത്യം എല്ലാവർക്കും മനസ്സിലാവും. പിന്നെ രണ്ടാമത്തെ കാര്യം ഡോക്ടർ അരുൺകുമാർ ഇവിടെ പറഞ്ഞത്, അഡ്വക്കേറ്റ് അരുൺകുമാർ പറഞ്ഞത് VD സതീശൻ ആദ്യം പങ്കെടുത്തില്ല. ശരിയാണ്. കാരണം ആദ്യം അദ്ദേഹത്തെ വെറുതെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാനല്ല ക്ഷണിച്ചത്, ഒരു ശ്രോതാവായിട്ടാണ് ക്ഷണിച്ചത്. പ്രതിപക്ഷ നേതാവ് എന്ന നിലയ്ക്ക് അദ്ദേഹത്തെ ക്ഷണിച്ചപ്പോൾ അദ്ദേഹം അവിടെ പോയി കാര്യങ്ങൾ സംസാരിച്ചു തിരിച്ചു പോകുന്നു. അതാണ് അതിൻ്റെ ആ ക്ഷണത്തിൻ്റെ ഇതനുസരിച്ചിരിക്കും കാര്യങ്ങൾ. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ ഇപ്പോഴത്തെ ഈ ഭരണ നമ്മുടെ ജയേന്ദ്രൻ പറഞ്ഞ കാര്യങ്ങൾ, അതായത് ജയേന്ദ്രൻ പറഞ്ഞതിലേക്ക് വരുന്നതിന് മുമ്പ് ശ്രീകുമാർ, താങ്കളോട് തന്നെ ചോദിക്കുകയാണ്. നേരത്തെ അരുൺകുമാർ ചൂണ്ടിക്കാട്ടിയ കുറേ കാര്യങ്ങളുണ്ട്. ഈ VD സതീശനെ കുറിച്ച് താങ്കൾ ഇങ്ങനെയൊക്കെ പറഞ്ഞതുകൊണ്ടാണ്. VD സതീശൻ എന്തൊക്കെയാണ് ഓരോ കാലഘട്ടത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നത്? തുരങ്ക നിർമ്മാണത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് എന്താണ്? വിഴിഞ്ഞം പദ്ധതിയെക്കുറിച്ച് പറഞ്ഞതാണല്ലോ ഇപ്പോൾ തർക്കമായി കിടക്കുന്നതുമൊക്കെ. ഈ പറഞ്ഞ പല കാര്യങ്ങളും, ഈ സിൽവർ ലൈനുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ എന്താണ്? നേരത്തെ പറഞ്ഞ പല കാര്യങ്ങളും അദ്ദേഹം പിന്നെ മാറ്റി പറയുന്നുണ്ട്. അതൊക്കെ കേരളത്തിൽ ഒന്നും നടത്തില്ല എന്ന് ഉള്ള രീതിയിൽ നേരത്തെ പറഞ്ഞ ലൈഫ് മിഷൻ്റെ കാര്യം പറഞ്ഞല്ലോ, പൊതുവിദ്യാഭ്യാസ യജ്ഞത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ, കേരള ബാങ്കിൻ്റെ കാര്യം പറഞ്ഞല്ലോ, ആർദ്രം പദ്ധതിയുടെ കാര്യം പറഞ്ഞു. ഇതൊക്കെ UDF എങ്ങനെയാണ് ജനങ്ങളോട് പറഞ്ഞത്? അതിനുള്ള തിരിച്ചടിയാണ് അവർക്ക് 2021 കിട്ടിയത്. ഇപ്പോൾ VD സതീശൻ അതിൻ്റെ തന്നെ കുറച്ചുകൂടെ ഉയർന്ന ഒരു വെർഷനിലാണ് കാര്യങ്ങൾ കാണുന്നത്. VD സതീശൻ എന്ന് വെച്ചാൽ പ്രതിപക്ഷ നേതാവ്, UDFൻ്റെ ചെയർമാൻ. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് UDF കൊണ്ടുവന്ന പരിഷ്കാരങ്ങളാണ് LDF ഇപ്പോൾ അവസാന കാലത്ത് അതാണ് ശരി, ഞങ്ങൾ തെറ്റെന്ന് ബോധ്യപ്പെട്ടത്. അതായത് സ്വാശ്രയ കോളേജ് സമരകാലത്ത് SFIക്കാരെ കൊണ്ട് സമരം ചെയ്യിച്ചത് തെറ്റായിപ്പോയി എന്ന് പരോക്ഷമായി സമ്മതിച്ചുകൊണ്ട് UDFൻ്റെ ഉന്നതാധികാര വിദ്യാഭ്യാസ കൗൺസിൽ ശുപാർശ ചെയ്ത വിദേശ മൂലധനമാണെങ്കിലും സർവകലാശാലകളുമായി ബന്ധപ്പെട്ട വിദേശ നിക്ഷേപം സ്വീകരിക്കുന്നതാണെങ്കിലും എല്ലാം UDF ആണ് ശരിയെന്ന് LDF ഇപ്പോൾ സമ്മതിച്ചു കഴിഞ്ഞു. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, VD സതീശൻ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ കേരയിൽ എന്നത് നടപ്പാക്കാൻ പറ്റാത്ത കാര്യമാണ്. വെറുതെ കൊണ്ട് മഞ്ഞക്കുറ്റിയിട്ട് കാശുകൾ കളയണ്ട. അത് ശരിയായി. ഇപ്പോൾ മഞ്ഞക്കുറ്റി എടുത്ത് കളയാൻ തീരുമാനിച്ചല്ലോ. എത്രയും പെട്ടെന്ന് കളയണമെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞിട്ടുണ്ട്. പകരം വേറൊരു റെയിൽ വരുന്നു, അത് 5 വർഷം കൊണ്ട് പൂർത്തിയാകുന്നതാണ്. അത് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നെന്ന് VD സതീശൻ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഡ്രാഫ്റ്റ് ഇത് വരട്ടെ, അതുവരെ നമ്മളത് കാത്തിരിക്കാൻ. വേഗത്തിൽ പോകാൻ ചോദിച്ചതൊക്കെ മറന്നുപോയോ? ഇത്ര തിടുക്കത്തിൽ പോകാൻ ആർക്കാണ് ആവശ്യം എന്നൊക്കെ പറഞ്ഞതൊക്കെ മാറിയോ ഇപ്പോൾ? അതായത് കെ സുധാകരനും ശശി തരൂരും ഒക്കെ കേരളിനെ കുറിച്ച് കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കേരളിനെ എതിർത്തിട്ടുണ്ട്. കാരണം കേരളിലെ പ്രായോഗികമല്ല, അതുകൊണ്ട് എതിർത്തിട്ടുണ്ട്. അത് മഞ്ഞക്കുറ്റി എവിടെ അരുത് വെള്ളത്തിലിട്ടില്ലേ ജനങ്ങൾ, തോട്ടിലിട്ടില്ലേ ജനങ്ങൾ. ഇനി കുറച്ച് കുറ്റി അവിടെ ഇവിടെയൊക്കെ ഉണ്ട്, അതൊക്കെ എടുത്ത് കളയാനാണ് രമേശ് ചെന്നിത്തല പറഞ്ഞത്. അതാ കാര്യം. പിന്നെ മറ്റൊരു കാര്യം, എന്തുകൊണ്ടാണ് LDFന് ഇത്രയധികം പദ്ധതികളും വികസനങ്ങളും ഉണ്ടെങ്കിൽ അഡ്വക്കേറ്റ് അരുൺകുമാർ എന്തുകൊണ്ടാണ് ഈ അവസാന നിമിഷത്തിൽ തിരഞ്ഞെടുപ്പ്, ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ കാലത്ത്, അതാണല്ലോ ഇപ്പോൾ അവസാനം നടന്നത്, അതിൽ ആദ്യം നിങ്ങൾ പറഞ്ഞ VD സതീശൻ വിരുദ്ധതയാണ് കൊണ്ടുവന്നത്. VD സതീശൻ ഭയം, VD സതീശനെതിരായിട്ട് പാലക്കാട് ഒരുപാട് ആക്ഷേപം കൊണ്ടുവന്നു, അത് പരാജയപ്പെട്ടു. നിലമ്പൂർ കൊണ്ടുവന്നു, അത് പരാജയപ്പെട്ടു. അതിനുശേഷം ശരി, പക്ഷേ VD സതീശൻ പറയുന്നത്
അങ്ങനെയാണല്ലോ. കാലത്ത് വി ഡി സതീശൻ പറഞ്ഞ വീഡിയോ വേണമെങ്കിൽ എടുത്ത് കാണിക്കാമല്ലോ, നമ്മുടെ കയ്യിലുണ്ടല്ലോ. അദ്ദേഹം നേരത്തെ പറഞ്ഞതിൻ്റെ ഘടകവിരുദ്ധമായ കാര്യങ്ങളാണ് ഒരു വിശദീകരണവും ഇല്ലാതെ ഇപ്പോൾ പറയുന്നത്. നേരത്തെ എതിർത്തു, ഇപ്പോൾ വീണ്ടും കൊണ്ടുവരാൻ സമ്മതിക്കുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ജനങ്ങളുടെ മുമ്പിൽ വികസന വിരോധിയാണ് എന്ന് പറയാതിരിക്കാൻ വേണ്ടി അദ്ദേഹം പേടിക്കുന്നു. അതല്ലേ? സതീശനോടുള്ള പേടിയല്ല, സതീശന് പേടിയാണ് എന്നാണ്. ഡോക്ടർ ലാലെ, സതീശൻ പറഞ്ഞ ഒരു കാര്യത്തിൽ നിന്ന് മാറ്റം വന്നിട്ടില്ല. ഞാൻ പറഞ്ഞ നിങ്ങൾ കേൾക്കുന്നില്ലേ? അതായത് മഞ്ഞക്കുറ്റി, അതായത് കേരയിലെ ആ കേരയിലെ പ്രായോഗികമല്ല എന്ന് സതീശൻ പറഞ്ഞാൽ ഇപ്പോഴും സിൽവർ ലൈനെ അനുകൂലിക്കാമെങ്കിൽ എന്തുകൊണ്ട് കേരയില്ല അതേ നിലപാട് എടുത്തുകൂടാ? അതേ കാര്യങ്ങൾ തന്നെയല്ലേ അതിനകത്ത്, ഇതിൽ പറയുന്ന കാര്യങ്ങൾ തന്നെയല്ലേ അതിലും ഉണ്ടാവുക? അതിലെന്തെങ്കിലും നിങ്ങൾക്ക് അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അവിടെ പറയാമല്ലോ. നോക്കൂ, സിൽവർ റെയിലും കേരയിലും എന്നല്ല, പുതിയ പദ്ധതി വരാൻ പോകല്ലേ ഈ ശ്രീധരൻ്റെ. അതിൻ്റെ ഇതായിട്ടില്ലല്ലോ, അത് വരട്ടെ, അതിൻ്റെ മറ്റുള്ള കാര്യങ്ങളൊക്കെ വരട്ടെ. മറ്റതൊക്കെ തള്ളിക്കളഞ്ഞു നിങ്ങളുടെ പിണറായി ഗവൺമെൻറ് തന്നെ തള്ളിക്കളഞ്ഞു. ഇതാണ് ഞാൻ പറഞ്ഞു തീർക്കട്ടെ. ഈ അവസാന കാലത്ത് എന്ത് പദ്ധതി? അതൊന്നും ഒരു പദ്ധതി നടക്കുന്നില്ല, അതൊക്കെ അവിടെ നിൽക്കട്ടെ. അതായത് ഇവിടെ ഇപ്പോൾ ഇത്രയൊക്കെ പദ്ധതി നടപ്പാക്കുന്നു പറഞ്ഞിട്ടും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കാലത്ത് എന്താ കൊണ്ടുവന്നത്? ജമാഅത്തെ ഇസ്ലാമി വിവാദം, വി ഡി സതീശൻ വിരുദ്ധത, പിന്നെ അക്കാലത്തൊരു പാലക്കാട് MLA എഴുതി കൊണ്ടുവന്ന ലൈംഗികാരോപണം. ഇതെല്ലാം എടുത്ത് കത്തിച്ച് അതൊക്കെ പ്രചരണായുധമാക്കിയപ്പോൾ ജനങ്ങളെല്ലാം തള്ളിക്കളഞ്ഞു. ജനങ്ങൾ തള്ളിക്കളഞ്ഞ മാത്രമല്ല, പെൻഷൻ വർദ്ധിപ്പിച്ച് 2000 കൊടുത്തതും അവർ വിശ്വസിച്ചില്ല. അത് ഞങ്ങളെ പറ്റിക്കാനാണെന്ന് പറഞ്ഞാൽ അതും തള്ളിക്കളഞ്ഞു. പിന്നെ 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 ഇപ്പോൾ ഇത് ഇക്കാലത്ത് ഇതൊരു പറഞ്ഞു നിർത്തട്ടെ. ഇനിയിപ്പോൾ പുതിയ തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. അപ്പോഴാണ് NSS SNDPയുമായിട്ട് കൂടുതൽ ഐക്യം സ്ഥാപിക്കാൻ ശ്രമിച്ചു. NSS SNDPയും ഐക്യമുണ്ടെന്ന് പറഞ്ഞു, അവരെ പ്രോത്സാഹിപ്പിക്കാൻ ശ്രമിച്ചു. അത് NSSന് എൻ്റെ സത്യം ബോധ്യമായി. അന്നേ പറഞ്ഞു, ഞാൻ തന്നെ 4 ദിവസം മുമ്പ് ചർച്ച ചെയ്യാൻ പറഞ്ഞു. NSS SNDP ഐക്യത്തെക്കുറിച്ച് പറയുമ്പോൾ NSS ജനറൽ സെക്രട്ടറിയുമായി ചർച്ച ചെയ്യാൻ വിടുന്നത് BJPയുടെ നേതാവായ അടുത്തറിയാലോ. നമുക്കിപ്പോ ഈ കാര്യത്തിൽ CPM-മായി ബന്ധമില്ലാത്ത അല്ല, ബന്ധമുണ്ട്. അതായത് ബന്ധമുണ്ട്, അതാ ഞാൻ പറഞ്ഞത്. അതായത് NSS SNDP ഐക്യം എന്ന് പറഞ്ഞ ഒരു ഐക്യം ഉണ്ടാക്കിയിട്ട് അത് UDF വിരുദ്ധതയാക്കി മാറ്റാനായിട്ട് ശ്രമിച്ചു. അതിൻ്റെ ഫലമായിട്ട് SNDPയെ NSSും തമ്മിൽ ചർച്ച ചെയ്യാനായിട്ട് SNDPയുടെ ജനറൽ സെക്രട്ടറിയോ പ്രസിഡന്റോ പോകാതെ BJPയുടെ സഖ്യകക്ഷിയായ ഞാനൊന്ന് പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. വേണ്ട, BJPയുടെ ആളല്ലേലും വരാറില്ലല്ലോ. ഞാനൊന്ന് പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. അപ്പോൾ അതുകൊണ്ട് NSS ജനറൽ സെക്രട്ടറി എടുക്കൽ BDGSൻ്റെ ചെയർമാനായ തുഷാർ വെള്ളാപ്പള്ളി അയക്കാൻ തീരുമാനിച്ചത് വഴി CPM, BDJS, BJP, NSS, SNDP അങ്ങനെ ഇത് കൊണ്ടുവന്നിട്ട് UDFനെ എതിർക്കാൻ തീരുമാനിച്ചപ്പോഴാണ് NSSന് ബോധ്യപ്പെട്ടത് ഇത് അപകടകരമാണെന്ന്. അതുകൊണ്ട് അവർ ആ സഖ്യത്തിൽ പിന്മാറി. ഇന്നിപ്പോൾ ആ ഐക്യത്തിൽ പിന്മാറിയപ്പോൾ CPM ഭയപ്പെടുന്നു. അങ്ങനെ വരുമ്പോൾ അവർക്ക് ഇനി പുതിയ അജണ്ട. അപ്പോൾ അവർക്ക് റോൾ എന്താണ്? M. ജയചന്ദ്രൻ ഒരു അഭിപ്രായം പൂർത്തിയാക്കാൻ സമ്മതിക്കില്ലെങ്കിൽ എന്ത് ചെയ്യും നമ്മൾ? അത് CPM-ഉമായിട്ട് കൂട്ടിക്കെട്ടുന്നത് എങ്ങനെയാണെന്നുള്ളത് എത്ര ആലോചിച്ചിട്ട് എനിക്ക് മനസ്സിലായിട്ടില്ല. കാരണം ഈ ഇന്നത്തെ ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അല്ല, പറയട്ടെ. ഈ ഇന്നത്തെ ഡയറക്ടർ ബോഡിയോ ഇന്നല്ലാത്ത തീരുമാനിച്ചതല്ല NSS. കഴിഞ്ഞ വെള്ളിയാഴ്ച നോട്ടീസ് അയച്ച ഡയറക്ടർ ബോഡി മീറ്റിങ്ങിന്. ഇന്ന് ഡയറക്ടർ ബോർഡ് യോഗത്തിൽ കാര്യങ്ങൾ എന്താ നടന്നാണല്ലോ എല്ലാവരും മനസ്സിലാക്കിയിട്ട് ഞാൻ വരുന്നില്ല. പക്ഷെ എനിക്ക് ഒരു വിമർശനമുള്ളത് എന്താണെന്നറിയാമോ? ഒരു വിമർശനമുണ്ട്. ആ വിമർശനം എന്ന് പറഞ്ഞാൽ പിന്നെ അത് പറയുന്നതിന് മുമ്പ് ഒരു മിനിറ്റോട് മറ്റൊരു കാര്യം പറയാം ഡോക്ടർ ലാൽ. ഈ NSSന്റെ വോട്ട് ഷെയർ LDFനുള്ളത് കേവലം 20% മാത്രമാണ് കേട്ടോ. ബാക്കി 40% ഇപ്പോൾ NDAക്ക് BJPക്കും, 30% UDFനും, 10% ഓൺ ദ ബ്രിങ്ക് പിന്നെ ഈ വങ്കത്തിങ്ങനെ നിൽക്കുകയാണ്. അത് ഒന്നുകിൽ പിന്നെ UDFനോ അല്ലെങ്കിൽ BJPക്കോ എന്നുള്ളതാണ്. അപ്പോഴും LDFന്റെ ഷെയർ എന്ന് പറഞ്ഞാൽ 20% ഉള്ളൂ. അതുകൊണ്ട് LDFന് അക്കാര്യത്തിൽ കൂടുതൽ താല്പര്യം എടുക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ഇന്ന് സംഭവിച്ച കാര്യം അതാണല്ലോ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഡോക്ടർ ലാൽ. ഇന്ന് സംഭവിച്ചത് എന്താണ് ഞാൻ മനസ്സിലാക്കുന്നത്? പിന്നെ ഈ കാര്യത്തിൽ ഒരു സാമുദായിക പ്രീണനം നടന്നിരിക്കുന്നു എന്നുള്ള ഒരു ഫീലിംഗ് NSS
നേതൃത്വത്തിനുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തുകൊണ്ടാണത്? പിന്നെ SNDPയുടെ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ SNDP ആണല്ലോ. ഒരു നിലയ്ക്കും സമുദായവുമായിട്ട് വിദൂരമായി പോലും സ്വപ്നേപി പോലും ബന്ധമില്ല എന്ന് മുഴുവൻ ജനങ്ങൾക്ക് പറയാവുന്ന സഖാവ് VS, അദ്ദേഹത്തിന് പത്മവിഭൂഷൺ, മമ്മൂട്ടിക്ക് മറ്റൊരു ന്യൂനപക്ഷ സമുദായാംഗം എന്ന പരിഗണനയാണെന്ന് മറ്റു ചിലർ ആരോപിക്കുന്നു. കോട്ടയത്തുള്ള ജസ്റ്റിസ് KT തോമസ്. ഇത് ഇങ്ങനെ നിൽക്കുമ്പോൾ ആരെയാണ് NSSൽ നിന്ന് പരിഗണിച്ചത്? ആ നിലയ്ക്ക് NSS ജനറൽ സെക്രട്ടറി കാര്യമാണ്. NSS എന്ന സമുദായത്തിൽ ഒരുപാട് അത്തരത്തിലുള്ള നേതൃബിംബങ്ങളുണ്ട്, അവർക്കും എടുത്തു കാണിക്കാനായി. അത്ര ഒരു പരിഗണന വന്നില്ലല്ലോ. അതേസമയം ഒരു ന്യൂനപക്ഷ സമുദായത്തിനോടുള്ള ഒരു പ്രീണന നയം അത് കൊണ്ടുവരാൻ ഇവർ ശ്രമിക്കുന്നു. അതാണല്ലോ പ്രശ്നം. VSന് പത്മവിഭൂഷൺ കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ചെയ്യേണ്ടത് എന്താണ്? ആഭ്യന്തര വകുപ്പാണല്ലോ ഈ കൊടുക്കുന്നത്. കേരളത്തിൽ നിന്ന് VSന്റെ പേര് കേരള സർക്കാർ അയച്ചിട്ടില്ല, വെള്ളാപ്പള്ളിയുടെ അയച്ചിട്ടില്ല. ഇതൊക്കെ അയക്കാതെ എങ്ങനെയാണ്? ഏതെങ്കിലും സംസ്ഥാനങ്ങൾ കൊടുക്കണമല്ലോ എന്തായാലും. അത് കൊടുപ്പിച്ചിട്ടുണ്ട്, വേറെ കാര്യം ഇരിക്കട്ടെ. VSന് എങ്ങനെ കൊടുക്കും? VS നേരത്തെ EMSനും സുർജിത്തിനും ജ്യോതി ബസുവിനും ബുദ്ധദേവ് ഭട്ടാചാര്യയ്ക്കും അടക്കം കൊടുക്കാനായി ആലോചിച്ചപ്പോൾ ഞങ്ങൾ ഇത് സ്വീകരിക്കില്ല എന്ന് പറഞ്ഞ ചരിത്രമുള്ള പാർട്ടി ആണല്ലോ CPIM. നേതാക്കൾ തന്നെ പരസ്യമായി പറഞ്ഞിട്ടുമുണ്ട്. അപ്പൊ സ്വാഭാവികമായും VSന്റെ കുടുംബം ഇത് സ്വീകരിക്കില്ല എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. കാരണം അവർ പാർട്ടിക്ക് വിധേയമായി പാർട്ടിയോട് ഒത്തു ജീവിക്കുന്നവരാണ് അവർ. പാർട്ടിയുടെ നിലപാട് എന്താണോ അതാണ് അവരുടെ നിലപാടായിട്ട് വരിക. സ്വാഭാവികമായിട്ട് ആ പാർട്ടിയോടും ചോദിക്കാനുള്ള സാമാന്യ മര്യാദ ഈ കേന്ദ്ര സർക്കാർ എന്ന് പറയുന്ന സാധനം കാണിക്കണ്ടേ? മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് കാണിക്കണ്ടേ? ഇല്ലല്ലോ. നേരെ അങ്ങ് ചെയ്യുകയാണ്. അതാണ് പറഞ്ഞത്, ചില താല്പര്യങ്ങൾ ഉണർത്തിക്കൊണ്ടുവരാനായിട്ടുള്ള ബോധപൂർവമായ പരിശ്രമമാണത്. ആ പരിശ്രമത്തിൽ ശ്രീകുമാർ ആരോപിച്ച എന്ത് സാധ്യതയാണ് അവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ആരോപിക്കാൻ പറ്റുന്നത്? വസ്തുത ഇതായിരിക്കെ, യാഥാർത്ഥ്യം ഇതായിരിക്കെ, അതുപോലെ തന്നെ അദ്ദേഹം ആദ്യം പറഞ്ഞല്ലോ ഒരു BJP കണക്ഷന്റെ കാര്യം. അടുത്ത കാലത്ത് ആരാണ് പറഞ്ഞത് ഈ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് UDFും BJPയും തമ്മിലാണ് മത്സരമെന്ന്? രാജീവ് ചന്ദ്രശേഖറാണ് പറഞ്ഞത്. അതിനു മുമ്പ് വേറെ UDF നേതാവ് പറഞ്ഞത് എന്നാണെന്ന് അറിയാമോ? നമ്മളെല്ലാവരും ഓർക്കുന്നുണ്ടല്ലോ, 2015 GK എന്ന G കാർത്തികേയൻ മത്സരം നടന്ന ബൈ ഇലക്ഷൻ. അന്ന് സാക്ഷാൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ് പറഞ്ഞത് അരുവിക്കരയിൽ മത്സരം UDFും BJPയും തമ്മിലാണ്, UDF LDFും തമ്മിലല്ല. എന്തിനാണ് അങ്ങനെ പറഞ്ഞത്? എന്നിട്ട് ആരോപിക്കുന്നതോ CPM ആണത്രേ ഈ NSSലെ ഈ നടപടിക്ക് പിന്നിലുള്ളത്. എത്രമേൽ ഈ ഉൾട്ട എന്ന് പറയാനുള്ള തലതിരിഞ്ഞ നിലയിലാണ് കാര്യങ്ങൾ വിശദീകരിക്കുന്നത്, അവതരിപ്പിക്കുന്നതും. ആ വസ്തുത എവിടെ നിൽക്കുന്നു, യാഥാർത്ഥ്യം എവിടെ നിൽക്കുന്നു, അതിനെ സംബന്ധിച്ചുള്ള ഇന്റർപ്രിട്ടേഷൻ എങ്ങനെ നിൽക്കുന്നു? ശരി അരുൺകുമാർ, ചെറിയ സമയം മാത്രമേ ബാക്കിയുള്ളൂ. എന്നാലും ഇപ്പോൾ സാമുദായികമായ ചില സംഘടനകളുടെ പ്രശ്നങ്ങളൊക്കെ ഇപ്പോൾ CPMന്റെ തലയിലേക്ക് എടുത്തിടുകയാണ് ശ്രീകുമാർ. നിങ്ങൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ കാലഘട്ടത്തിൽ ജമാഅത്ത് ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തിരിച്ച് അങ്ങോട്ട് പറഞ്ഞതിന് ഇതിലിപ്പോൾ കണക്ക് പറയാമെന്നാണോ അവരുടെ മനസ്സിലിരിപ്പ്? ഒരിക്കലും ഞങ്ങൾ ഇത്തരം വിഷയങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നില്ല, അഭിപ്രായവും പറയുന്നില്ല. സമുദായ സംഘടനകൾക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട നിലപാട് സ്വീകരിക്കാം. പക്ഷെ മതരാഷ്ട്രവാദികൾ ജനാധിപത്യത്തെ തകർക്കാനും ജനാധിപത്യ രാജ്യത്തെ തകർക്കാനും വേണ്ടി നടത്തുന്ന ശ്രമത്തെ ഞങ്ങൾ അതിശക്തമായിട്ട് ചെറുക്കും. അത്തരത്തിലുള്ള മതരാഷ്ട്രവാദികളുടെ വോട്ട് വേണ്ട എന്ന് എല്ലാ ഘട്ടത്തിലും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളെ എതിർക്കുന്ന പല സാമുദായിക സംഘടനകളും ഗവൺമെന്റിന്റെ നയങ്ങളും പ്രവർത്തന നേട്ടങ്ങളും എല്ലാം കാണുമ്പോൾ അവർ അതിന് അനുകൂലമായിട്ടുള്ള അഭിപ്രായം പറഞ്ഞിട്ടുണ്ടാകാം. അത് എതിർക്കുന്നവരെല്ലാവരും അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ഭരണരീതിയാണ്, ഒരു വികസന അജണ്ടയാണ് ഞങ്ങളുടേത് എന്നത് കൂടുതൽ സ്വീകാര്യമാണ്. അതോടൊപ്പം തന്നെ ഇവിടെ കോൺഗ്രസ് ബഹുമാനപ്പെട്ട നിരീക്ഷകൻ N. ശ്രീകുമാർ ചില നുണകൾ പറഞ്ഞു. ഒന്ന്, വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അനുബന്ധ വികസനങ്ങളൊന്നും നടക്കുന്നില്ല, റെയിൽവേ ലിങ്ക്, റോഡുകളൊന്നും. ഒന്ന് കഴക്കൂട്ടം മുതൽ വിഴിഞ്ഞം വരെ താങ്കൾ ഒന്ന് പോയി നോക്കണം. സമയം കിട്ടുമെങ്കിൽ എന്നെയും ഒന്ന് വിളിച്ചോ, ഞാനും വരാം, നമുക്ക് ഒരുമിച്ച് പോകാം. ആ പ്രദേശത്ത് വന്നിരിക്കുന്ന വികസനം താങ്കൾ ഒന്ന് ബോധ്യപ്പെടണം, നേരിട്ട് ബോധ്യപ്പെടണം. ദിവ്യ എസ് അയ്യർ അടക്കം IAS ഉദ്യോഗസ്ഥന്മാർ, അതിൻ്റെ ചുമതല വഹിക്കുന്നവരുടെ വീഡിയോ ഒക്കെ അടുത്ത കാലത്ത് വന്നിട്ടുണ്ട്. എത്ര വലിയ മാറ്റമാണ് അവിടെ വന്നത്.
ഈ 1.5 വർഷം, അതായത് 2028 ഉള്ളിൽ അവിടെ ആ പ്രദേശം മുഴുവൻ മാറാൻ പോവുകയാണ്. ഈ കഴിഞ്ഞ 10 വർഷമായിട്ട് വന്ന ഡെവലപ്മെന്റ് ഉണ്ട്. അപ്പൊ നുണ പറയുമ്പോൾ ജനങ്ങൾ ഇതൊക്കെ കാണുന്നുണ്ടെന്നുള്ള ബോധ്യം വേണം. രണ്ടാമത് ശ്രീ കെ സുധാകരൻ മിനിങ്ങാതെ 2 ദിവസം മുമ്പ് എന്താ പറഞ്ഞേ? അതിവേഗ പാതയെയും ഞങ്ങൾ എതിർക്കുമെന്നാ പറഞ്ഞത്. LDF കൊണ്ടുവരാൻ തീരുമാനിച്ച കേരയിൽ അർദ്ധ അതിവേഗ പാതയാണ്. ഏകദേശം 3 മണിക്കൂർ 55 സെക്കൻഡ് കൊണ്ട്, അതായത് 4 മണിക്കൂറിന് 5 മിനിറ്റ് കുറവ് കൊണ്ട് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെ എത്തുന്ന പദ്ധതിയാണ്. ഇത് കേവലം 2.5 മണിക്കൂർ കൊണ്ട് എത്തുന്ന അതിവേഗ പാതയുടെ ആശയമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതിവേഗ പാതയെ ഞങ്ങൾ എതിർക്കുമെന്നാണ് കെ സുധാകരൻ പറഞ്ഞത്. ഇപ്പൊ VD സതീശൻ മാറ്റി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്താണ് കേരളിനെ എതിർക്കുന്ന, അർദ്ധ അതിവേഗ പാതയെ എതിർക്കുന്ന UDFന്റെ നേതാക്കന്മാർ അതിവേഗ പാതയെ എതിർക്കുമെന്ന് പറയുന്നു. പക്ഷെ ഇപ്പൊ മാറ്റി പറയുന്നു ഏത് വികസനം വന്നാലും നിങ്ങൾ ആദ്യം എതിർക്കുമെന്നാ പറയുന്നത്. അതുകൊണ്ട് ഈ കേരളത്തിൽ എന്തിനാ ഇത്ര വേഗത, എന്തിനാ ഇത്ര ധൃതി എന്നൊക്കെ ചോദിച്ചവരല്ലേ UDFന്റെ നേതാക്കന്മാര്. നിങ്ങൾ എത്ര എതിർത്താലും ഈ വികസന പ്രവർത്തനങ്ങൾ കേരളത്തിൽ വരും, യാഥാർത്ഥ്യമാകും. അതിന് ഇച്ഛാശക്തിയുള്ള ഗവൺമെന്റ്. എന്തായാലും അരുൺകുമാർ താങ്കളെ വെല്ലുവിളിച്ചിരിക്കുകയാണ്. കഴക്കൂട്ടം ഭാഗത്തേക്ക് വരാൻ വിഴിഞ്ഞത്തിന്റെ അനുബന്ധ റോഡുകൾ താങ്കൾ നോക്കാൻ വരുന്നുണ്ടോ? അരുണും കൂടെ വരാന്നാ പറഞ്ഞത്. പറയുകയാണെങ്കിൽ ഞങ്ങളും വരാം. അല്ല, ഞാനവിടെ പോകേണ്ട കാര്യമില്ലല്ലോ. മിനിങ്ങാന്ന് നമ്മുടെ പ്രതിപക്ഷ നേതാവ് ആ വേദിയിൽ വെച്ച് തന്നെ, മുഖ്യമന്ത്രി ഇരിക്കുന്ന വേദിയിൽ വെച്ച് തന്നെയാണ് പറഞ്ഞത്. കൃത്യമായ ഒരുപാട് കണക്കുണ്ട്. ആ സമയമില്ലാത്തതുകൊണ്ട് അത് പറയുന്നില്ല. അത് റോഡ് കഴക്കൂട്ടം വരെയുള്ള റോഡും വികസനമൊന്നും അല്ലല്ലോ. അതായത് അവിടെ തുറമുഖവുമായി ബന്ധപ്പെട്ട ഒരുപാട് ജോലികൾ ഇനിയും ബാക്കിയാണ്, ചെയ്തിട്ടില്ല. അത് ചെയ്യാത്ത അത് 5 വർഷം നഷ്ടപ്പെടുത്തി LDFന്റെ അഴിമതി ആരോപണം ഉന്നയിച്ച് നഷ്ടപ്പെടുത്തി LDF. താങ്കൾ നേരത്തെ ആവേശത്തിൽ പറഞ്ഞത് അരുൺകുമാർ ഖണ്ഡിച്ചു. 1 വർഷവും നഷ്ടപ്പെട്ടിട്ടില്ല മിസ്റ്റർ. അല്ലല്ല 5 വർഷം നഷ്ടപ്പെട്ടിട്ടില്ലേ എന്ന 2019 തീരേണ്ട പദ്ധതി 2026 ആയപ്പോഴത്തെ 2ാം ഘട്ടം തുടങ്ങിയിട്ട് 17 വർഷം സേവ് ചെയ്തേക്കുവാണ്. 2045 എന്നുള്ളത് 2028 ഉദ്ഘാടനമാണ്. 2ാം ഘട്ടം പൂർത്തീകരിക്കും. അഡ്വക്കേറ്റ് അരുൺകുമാർ, താങ്കൾ എത്ര പറഞ്ഞാലും ശരി 6000 കോടി രൂപയുടെ അഴിമതി ആരോപണം ഉന്നയിച്ച് ഇപ്പോഴും യൂട്യൂബിൽ കിടപ്പുണ്ട്. പിണറായി വിജയൻ പറഞ്ഞത് ദയവായിട്ട് കൈരളിയുടെ കേൾവിക്കാർ നമ്മൾ വ്യക്തമാക്കിയില്ലേ? നിങ്ങൾ എല്ലാ ആയുധങ്ങളും തകർന്ന് തരിപ്പണമാകുമ്പോൾ നിങ്ങൾ ഈ നുണപ്രചരണത്തിലേക്ക് അവസാന മിനിറ്റ് അല്ലേ? കേരളത്തിലെ ജനങ്ങൾക്ക് അവസാന മിനിറ്റ് അല്ലേ? എനിക്ക് അവസരമില്ലേ? അവസരമില്ലേ? ആ, അപ്പോൾ അത് മാത്രമല്ല ഒരുപാട് വിഷയങ്ങൾ CPMനെ തിരിഞ്ഞു കൊത്തുന്നുണ്ട്. ഇന്ന് കൃത്യമായിട്ട് കണ്ണൂർ ജില്ലയിലെ പാർട്ടിയുടെ അഴിമതിയെക്കുറിച്ച് ജില്ലാ കമ്മിറ്റി അംഗം ശ്രീ V കുഞ്ഞികൃഷ്ണൻ ഉന്നയിച്ച ആക്ഷേപത്തിന് കൃത്യമായ മറുപടി തരാൻ പോലും പറ്റാത്ത ഒരു ജില്ലാ സെക്രട്ടറിയുടെ പത്രസമ്മേളനം നമ്മൾ കണ്ടു. ഇല്ല, അതായത് കുഞ്ഞികൃഷ്ണന്റെ ആരോപണമാണ്. നമുക്കത് മറ്റൊരു ദിവസം എടുക്കാം. ഈ അവസാന മിനിറ്റാണ്. താങ്കൾക്കും അറിയാം, അവസാന മിനിറ്റാണ്. നമുക്ക് വേറെ മറ്റൊരു ജില്ലയുണ്ട്, കണ്ണൂരിന് ഇപ്പുറത്ത് വേറെ ജില്ലയുണ്ട്, വയനാട് ജില്ലയിലെ കുറച്ച് കണക്കുകളുണ്ട്. വയനാട്ടിലെ മറ്റേ വിജയേട്ടന്റെ കണക്ക് മാത്രമല്ല, ഇപ്പുറത്തെ ദുരിതം നേരിടുന്ന ആളുകൾക്ക് വേണ്ടി വീട് വെച്ചു കൊടുക്കാൻ വേണ്ടി പിരിച്ചതിനകത്ത് ഇപ്പൊ വേറെ എന്തൊക്കെയോ ആണ് പറഞ്ഞു വെക്കുന്നത്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്തായാലും 30 സെക്കൻഡ് ഒരു പ്രതീതി ഉണ്ടാക്കൽ. വീണ്ടും പാർട്ടി പിരിച്ച പണത്തിന്റെ കണക്ക് ജനങ്ങൾ അറിയണം. അല്ല, ഒറ്റ കാര്യം പറയാണ്. മിനിഞ്ഞാന്നത്തെ, അതായത് 24-ാമത്തെ ദീപിക ദിനപത്രത്തിന്റെ എഡിറ്റ് പേജില് PC സിറിയക്കിന്റെ ഒരു ലേഖനമുണ്ട്, സുദീർഘമായ ഒരു ലേഖനം. PC സിറിയക്ക് IAS അറിയാമല്ലോ, തമിഴ്നാട് അഡീഷണൽ ചീഫ് സെക്രട്ടറി റിട്ടയർ ചെയ്ത ആളാണ്, റബ്ബർ ബോണ്ട് ചെയർമാനൊക്കെ ആയിരുന്നു. അതിന്റെ തലക്കെട്ട് തന്നെ തദ്ദേശത്തിന്റെ ഫലം കണ്ട് ആരും സന്തോഷിക്കണ്ട. ഇതാണ് തലക്കെട്ട്. തദ്ദേശത്തിന്റെ ഫലം കണ്ട് ആരും സന്തോഷിക്കണ്ട. അതൊന്ന് ശ്രദ്ധിച്ച് വായിക്കാൻ UDF മൊത്തത്തിലും ശ്രീമാർ പക്ഷേ അറിഞ്ഞാൽ അദ്ദേഹം തപ്പിപ്പിടിച്ച് വായിക്കുമായിരുന്നു. സമയത്തിന്റെ പ്രശ്നം കൊണ്ട് ഞാനൊന്ന് ഇടപെടുകയാണ്. ശ്രീ N ശ്രീകുമാർ, അതൊന്നും തപ്പിപ്പിടിച്ച് വായിക്കാൻ പോകരുത്. സമയം മെനക്കെടുത്തും. M ജയചന്ദ്രൻ താങ്കളെ വഴിതെറ്റിക്കാനുള്ള ഒരു പരിപാടിയാണ്. താങ്കൾ പറ്റുമെങ്കിൽ കൂടുതൽ പ്രതീതി ഉണ്ടാക്കണം, വിസ്മയങ്ങൾ ഉണ്ടാക്കണം. ഈ കഴിഞ്ഞ അടുത്ത 3 മാസം കൊണ്ട് വിസ്മയം കൊണ്ട് മാജിക്ക് കണ്ട് ആളുകളുടെ കണ്ണ് തള്ളുമ്പോൾ ചിലപ്പോൾ വല്ല കണക്കുകളിൽ വ്യത്യാസം വരുമായിരിക്കും. നമുക്ക് നോക്കാം. എന്തായാലും ജനം അത്രയ്ക്ക് ഇങ്ങനെ കണ്ണ് മഞ്ഞളിച്ച് കണ്ണിൽ പൊടിയിട്ടതുപോലെ ഇരിക്കുകയാണോ എന്ന് ജനങ്ങൾ അങ്ങനെ കുറച്ച് കാണല്ലേ. വളരെ നന്ദി ചർച്ചയിൽ ചേർന്നതിന്. അഡ്വക്കേറ്റ് KS അരുൺകുമാർ, N ശ്രീകുമാർ, ഒപ്പം M ജയചന്ദ്രൻ. ന്യൂസ് അവസാനിക്കുന്നു.